എന്തിനാണ് ഈ സേഫ് മദർഹുഡ് എന്നൊരു വീക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? ബേസിക്കലി ഗർഭകാല പരിരക്ഷയും പ്രസവാനന്തര രക്ഷയ്ക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അതിന്റെ പ്രാധാന്യം എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സേഫ് മദർഹുഡ് വീക്ക് നമ്മൾ ഒരു ആഴ്ച മുഴുവൻ ആചരിക്കുന്നത്. ഈ 2021 സേഫ് മദർഹുഡ് വീക്കിന്റെ തീം എന്ന് പറയുന്നത് സേവ് മദേഴ്സ് ആൻഡ് ന്യൂ ബോൺസ് ഫ്രം കൊറോണ വൈറസ് ആണ്. അതായത് നമ്മൾ ഈ ലോകത്തിനെ മൊത്തം ഇപ്പോ ബാധിച്ചിരിക്കുന്ന ഈ കോവിഡ് പാൻഡമിക്കിൽ അമ്മയും കുഞ്ഞിനെയും ഈ കോവിഡ് ഇൻഫെക്ഷനിൽ നിന്ന് പരിരക്ഷിക്കുക എന്നതാണ് ഈ സേഫ് മദർഹുഡ് വീക്കിന്റെ പ്രധാനപ്പെട്ട തീം. അപ്പൊ ഇന്നത്തെ ഈ ടോക്കിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ഗർഭകാല പരിരക്ഷ, പിന്നീട് കോവിഡ് ആൻഡ് പ്രഗ്നൻസി, കോവിഡ് ഇൻഫെക്ഷനും പ്രഗ്നൻസിയും. അതിൽ ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും അധികം ഡൗട്ടുള്ള കാര്യം കോവിഡ് വാക്സിൻ ഗർഭിണികൾക്ക് എടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോ നമുക്കറിയാം ഈ ഗർഭകാലത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗർഭകാല ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഭക്ഷണക്രമത്തിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് മറ്റൊരു ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. സ്വയം പരിചരണം, വൈദ്യപരിചരണം, വ്യായാമം, പ്രസവശേഷമുള്ള പരിചരണം, ഇതിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലക്ഷണങ്ങളിൽ ഏറ്റവും സാധാരണ നമ്മൾ കാണുന്നത് അറിയാമല്ലോ, ഓക്കാനം, ഛർദി, അസിഡിറ്റി. അതായത് അത് ചിലപ്പോൾ വെറും മോർണിംഗ് സിക്നസ് ഓഫ് പ്രഗ്നൻസി, ഒരു ഓക്കാനവും വയറ് ബ്ലോട്ടിങ്, വീർത്ത് കെട്ടിയ പോലെ ഒരു അവസ്ഥയോ, അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റാത്ത അത്രയും സിവിയറിറ്റി ഉള്ള ഛർദിയായിട്ടോ വരാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ചെറിയ അളവിൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക, ധാരാളം പാനീയങ്ങൾ കുടിക്കുക. അത് വെള്ളം കുടിക്കുന്നതിന് പകരം ഉപ്പിട്ട നാരങ്ങ വെള്ളം, മോരും വെള്ളം, ഇളനീരിന്റെ വെള്ളം ഇങ്ങനെ കുടിക്കാൻ ശ്രദ്ധിക്കുക. ഛർദിക്കുള്ള മരുന്നുകൾ, ഒരുപാട് സേഫ് ആയിട്ടുള്ള മരുന്നുകൾ ഗർഭകാലത്ത് ഛർദിക്ക് നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ളൊരു ഛർദി ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് മരുന്ന് കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ കുട്ടിയെ സാരമായി ബാധിച്ചേക്കാം. പക്ഷെ ഒരു ദിവസം 1-2 തവണയുള്ള ഒരു ഛർദിയോ അല്ലെങ്കിൽ വയറ് വീർത്ത് കെട്ടിയൊരവസ്ഥ, ഗ്യാസ്, ഇതിനെല്ലാം കഴിയുന്നത്ര മരുന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഛർദിക്കുവാനുള്ള തോന്നൽ ശമിപ്പിക്കുവാൻ ദിവസേന രാവിലെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കഴിയുന്നതും ഡ്രൈ ആയിട്ടുള്ള ഫുഡ് ഐറ്റം വെച്ച് തുടങ്ങുക. അതായത് ബിസ്ക്കറ്റ്, ടോസ്റ്റ്, നട്ട്സ്, അങ്ങനെ വെള്ളം, കാപ്പി, ചായ ഇതൊക്കെ തുടങ്ങുന്നതിനേക്കാളും എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം വെച്ച് തുടങ്ങുക. കഴിയുന്നത്ര എണ്ണയുള്ള പദാർത്ഥങ്ങൾ, മസാലയുള്ള ഭക്ഷണം, ഇതെല്ലാം ഒഴിവാക്കുക. അടുത്ത സാധാരണ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ. വളരെ സാധാരണമാണ്. പ്രഗ്നൻസിയിലുള്ള ഹോർമോണുകൾ കാരണമാണ് ഈ മലബന്ധം ഉണ്ടാകുന്നത്. അത് 3-ാം മാസത്തിന് ശേഷം ഒന്നും കൂടി മോശമാകാറുണ്ട്. ചിലർക്ക് അയൺ ടാബ്ലറ്റ് എടുക്കുമ്പോൾ ഈ മലബന്ധം മോശമാവാറുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഭക്ഷണത്തിൽ ധാരാളം ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ ഇവ കഴിക്കുക. ഗർഭകാലത്ത് കഴിയുന്നതും ഫ്രൂട്ട് ജ്യൂസുകളെക്കാളും ഫ്രൂട്ട്സ് മുഴുവനെ കഴിക്കുക. അതിലത്തെ നാരിന്റെ അംശം ശരീരത്തിന് വേണ്ടി കിട്ടാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അതേപോലെ നല്ലോണം ധാരാളം പാനീയങ്ങൾ കുടിക്കുക. കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം, മൈദ അടങ്ങിയ ഭക്ഷണം ഇത് കുറയ്ക്കുക. ബാത്റൂമിൽ പോയി കൂടുതൽ നേരം സ്ട്രെയിൻ ചെയ്യുന്നതിൽ നിന്നും പലപ്പോഴും പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് മലബന്ധം കുറയ്ക്കാനുള്ള ലാക്സേറ്റീവ് മരുന്നുകൾ എടുക്കുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നീട് തലചുറ്റൽ, ക്ഷീണം, തലചുറ്റൽ, ഇതും ഗർഭകാലത്ത് വളരെ സാധാരണയായി കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഗർഭകാലത്ത് ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷറിനുള്ള വേരിയേഷൻ ആണ് ഇതിന്റെ ഒരു സാധാരണ ഒരു കാരണം. അപ്പോൾ കഴിയുന്നതും ക്ഷീണം അല്ലെങ്കിൽ തലചുറ്റൽ തോന്നുന്ന സമയത്ത് കുറച്ചു നേരം പോയി കിടക്കുക, ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക.
നമ്മൾ എണീക്കുന്ന സമയത്ത് പെട്ടെന്ന് എണീക്കാതെ ആദ്യം എണീറ്റ് കുറച്ചു നേരം ഇരുന്ന് സാവധാനം എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ BP മെച്ചപ്പെടുത്താൻ വേണ്ടി ഉപ്പിട്ട നാരങ്ങ വെള്ളം, മോരും വെള്ളം ഇതെല്ലാം എടുക്കുന്നതും വെള്ളം നല്ലോണം കുടിക്കുന്നതും ഒരു പരിധി വരെ ഇത് ഈ തലചുറ്റൽ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് നേരം നിൽക്കുക, ഒരുപാട് നേരം ഇരിക്കുക, ഇത് രണ്ടും തലകറക്കം ഉണ്ടാക്കാൻ ഒരു കാരണമാണ്. പിന്നീട് പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശുദ്ധവായു ശ്വസിക്കുക, ആരോഗ്യപ്രദമായ ലഘുഭക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക, വെള്ളം, ധാരാളം പാനീയങ്ങൾ കുടിക്കുക, അയൺ അടങ്ങിയ ഭക്ഷണം നല്ലോണം കഴിക്കുക, തൊപ്പിയോ കുടയോ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാല രോഗങ്ങൾ അറിയാമല്ലോ, മലേറിയ, ഡെങ്കിപ്പനി, എലിപ്പനി ഇതെല്ലാം വളരെ വ്യാപകമായിരിക്കുന്ന ഒരു സമയമാണ്. കൊതുക് കടി കിട്ടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു സാധാരണ വളരെ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് നടുവേദന. നടുവേദന കുറയ്ക്കാൻ, നടുവേദന ഉണ്ടാകുന്നതും ഈ ഹോർമോൺ ചേഞ്ചസ് കാരണം ഇടുപ്പിന്റെ എല്ലിനും ബാക്കിലത്തെ പേശികൾക്കും ഉണ്ടാവുന്ന ചില ചേഞ്ചുകൾ കാരണമാണ് ഈ നടുവേദന ഉണ്ടാവുന്നത്. അപ്പൊ അത് വറിയേണ്ട ഒരു കാര്യമേ അല്ല. ഇതും ഒരുപാട് നേരം ഇരിക്കുന്നതോ നടുവേദന കൂട്ടാം. നടുവേദന തോന്നുമ്പോൾ കുറച്ചു നേരം കിടക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നടുവേദനയ്ക്ക് പെയിൻ ബാമുകളോ വോളിനി, മൂവ് ഇതുപോലത്തെ ബാമുകൾ ഉപയോഗിച്ച് ഹോട്ട് വാട്ടർ ബാഗ് വെക്കുന്നത് ഒരു വലിയൊരു അളവ് വരെ ഇത് കുറയ്ക്കാൻ സഹായിക്കും. 5-ാം മാസം വരെ മലന്ന് കിടക്കുന്നതിൽ തെറ്റില്ല. 5 കഴിഞ്ഞാൽ ഇടതോ വലതോ ചെരിഞ്ഞു കിടക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് ചെരിഞ്ഞ് ഒരു സൈഡിൽ പില്ലോ വെച്ച് കിടക്കുന്നതും നല്ലതാണ്. നടുവേദന കുറയ്ക്കാൻ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ നമ്മുടെ പോസ്ചർ, നമ്മൾ നിൽക്കുന്ന രീതി. നിവർന്ന് കൂനി നിൽക്കാതെ കഴിയുന്നത്ര നിവർന്ന് നിൽക്കാൻ ശ്രദ്ധിക്കുക. കിടക്കുന്ന സമയത്ത് ഈ കാണുന്നത് പോലെ ഒരു സൈഡ് ചെരിഞ്ഞ് കിടക്കുമ്പോൾ പില്ലോ വെക്കാനും കാലിന്റെ ഇടയിലും പില്ലോ വെക്കാൻ ശ്രദ്ധിക്കുക. ഇരിക്കുമ്പോൾ ചാരി ബാക്ക് സപ്പോർട്ടോടെ നിവർന്നിരിക്കുക. ഒരിക്കലും ബാക്ക് തൂങ്ങി സ്ട്രെയിറ്റ് അല്ലാതെ ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിലത്ത് നിന്ന് നമ്മളൊരു സാധനം എടുക്കുമ്പോൾ നടു വളച്ച് കുനിയാതെ മുട്ട് മടക്കി കുനിഞ്ഞ് നിലത്ത് നിന്ന് സാധനം എടുക്കുക. പിന്നീട് മസിൽ കയറുന്നത്, കാല് കോച്ചി വലിക്കല്, ഇതും മസിൽ ക്രാംസ് ഭയങ്കര കോമൺ ആണ്. ഇതും യൂഷ്വലി പ്രഗ്നൻസി റിലേറ്റഡ് ചേഞ്ചസും കാൽഷ്യത്തിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഇതിനൊരു കാരണം. അപ്പോൾ കാൽഷ്യം അധികമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പാലുൽപ്പന്നങ്ങൾ. പെട്ടെന്നാണ് ഈ കാലിലെ മസിൽസ് കയറുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടെ കിടക്കുന്ന ആൾ ചെയ്യേണ്ടത് കാൽപാദവും കാൽവിരലുകളും ഗർഭിണിയുടെ മുഖത്തിന് നേരെ മടക്കുക. അതായത് കാൽപാദം മുകളിലേക്ക് മടക്കുക. ഹോട്ട് വാട്ടർ ബാഗ് വെക്കാവുന്നതാണ്. പിന്നീട് ബേസിക് സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ചു നേരം ചൂടുവെള്ളത്തിൽ കാലിറക്കി വെക്കുക. അതേപോലെ സോക്സ് ഇട്ട് കിടക്കുക. എന്നിട്ടൊന്നും ശ്രമിക്കാത്ത കാല് കോച്ചി വലിക്കലുണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞ് അതിനു വേണ്ട മരുന്ന് കഴിക്കുക. മാറിടത്തിലുള്ള അസ്വസ്ഥതകൾ, അതായത് മാറിടം വേദനിക്കുക, വീർത്ത് വരിക, ഇരുണ്ട നിറം വരിക, ഇതെല്ലാം എപ്പോഴും ഡോക്ടറോട് പറയണം. കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ബ്ര യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നീരൊലിക്കുക, മാറ് കല്ലിക്കുക, ഇതൊക്കെ സാധാരണയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ വല്ലാതെ നീരൊലിക്കുകയോ കല്ലിപ്പോ ഉണ്ടെങ്കിൽ മുല്ലപ്പൂവോ അല്ലെങ്കിൽ ക്യാബേജ് ലീവ്സോ വെക്കുന്നതിൽ തെറ്റില്ല. കറക്റ്റ് ഫിറ്റിംഗ് ബ്രാ സൈസ് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. രാത്രിയുള്ള ഉറക്കക്കുറവ് പലർക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ കഴിയുന്നതും രാത്രി സുഖകരമായ വസ്ത്രങ്ങൾ ധരിക്കുക. ബേസിക് സ്ലീപ്പ് ഹൈജീൻ പാലിക്കാൻ ശ്രദ്ധിക്കുക. തലണ വെച്ച് ഇടതുവശം ചെരിഞ്ഞു കിടക്കാൻ ശ്രദ്ധിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ചൂട് പാല് കുടിക്കുക. വൈകിട്ട് 6 മണിക്ക് ശേഷം ചായ, കാപ്പി, കെഫീൻ അടങ്ങിയ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുമ്പ് സ്ക്രീൻസ് അവോയ്ഡ് ചെയ്യുക. അതായത് മൊബൈലിന്റെ സ്ക്രീന്, അതേപോലെ ടിവിയുടെ സ്ക്രീൻ, ഇത് രണ്ടും ഒഴിവാക്കുക. ബ്രൈറ്റ് ലൈറ്റ് കണ്ണിൽ തട്ടുമ്പോൾ ഉറക്കം ബാധിക്കുക. അത് വളരെയധികം ശ്രദ്ധിക്കണം. മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുക. രാത്രി ഉറക്കം കുറവ് കഴിയുന്നതും ഉച്ചയുറക്കം ഒഴിവാക്കുക. ഡിം ലൈറ്റ് യൂസ് ചെയ്യുക ബെഡ്റൂമിൽ. അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും വായിച്ച് കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ സ്ക്രീൻ, വാട്സാപ്പ് ചെക്ക് ചെയ്യുക, ഇതെല്ലാം കഴിയുന്നതും ഒഴിവാക്കുക. ശരീരത്തിൽ ചൊറിച്ചില്, അതേപോലെ തന്നെ സ്ട്രെച്ച് മാർക്സ്, വയറിന്റെ സ്കിന്ന് സ്ട്രെച്ച് ചെയ്ത് വരുന്നതിന്റെ, വയറ്, സ്തനങ്ങള്, കാലിന്റെ സൈഡുകൾ, ഇതെല്ലാം സ്കിന്ന് സ്ട്രെച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ച് സ്ട്രെച്ച് മാർക്കുകൾ ഉണ്ടാവുന്നത് സാധാരണമാണ്. നമുക്കത് ഒരിക്കലും തടയാൻ കഴിയില്ല. അത് ചിലവരുടെ ബോഡിയുടെ നേച്ചർ അനുസരിച്ച് ചിലർക്ക് സ്ട്രെച്ച് മാർക്സ് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. ചിലർക്ക് അത് ഇരുണ്ട നിറത്തിൽ വരാം. ഇതെല്ലാം പ്യുവർലി ഹോർമോണൽ ആണ്. നമുക്കത് കുറയ്ക്കാൻ ഒരു പരിധി വരെ ചെയ്യാവുന്നത് എണ്ണ തേച്ച് കുളി ശീലാക്കുക. കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ വൈറ്റമിൻ ഇ അടങ്ങിയ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേരയുടെ ജെല്ലോ അപ്ലൈ ചെയ്യുന്നത് ഒരു പരിധി വരെ ഇത് കുറയ്ക്കാൻ സഹായിക്കാറുണ്ട്. ചൊറിച്ചിലുള്ളപ്പോൾ കലാമിൻ ലോഷൻ പുരട്ടുന്നതും ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ഗർഭകാല കൊതി അല്ലെങ്കിൽ വ്യാക്ക്, അതായത് പല സാധനങ്ങളും കഴിക്കാൻ തോന്നുക, അത് പലർക്കും വഴിവക്കിലുള്ള ഭക്ഷണങ്ങൾ, ബ്രോസ്റ്റ്, ഫ്രൈഡ് ഫുഡ്, ഇതൊക്കെ കഴിക്കാൻ തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ്. അപ്പോൾ മധുരം, ഉപ്പ്, എരിവ്, പുളി ഇതൊക്കെ തോന്നുന്നത് കുഴപ്പമില്ല. പക്ഷെ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക. വഴിയോര ഭക്ഷണങ്ങൾ കഴിച്ച് ഫുഡ് പോയ്സണിങ് ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കുക. ചെറിയ അളവിൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. അസാധാരണമായ ഭക്ഷണ സാധനങ്ങളോടുള്ള കൊതി, അതായത് അരി കഴിക്കാൻ തോന്നുക, ഐസ് ക്യൂബ്സ് കഴിക്കാൻ തോന്നുക, ഇതൊക്കെ ചിലപ്പോൾ അനീമിയ, വിളർച്ചയുടെ ലക്ഷണമാവാം. HB കുറവുള്ളവർക്ക് ഇങ്ങനെ തോന്നാം. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എപ്പോഴും അത് ഡോക്ടറോട് പറയണം. സാധാരണ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന മൂഡ് ചേഞ്ചസ്, ഭാവമാറ്റങ്ങൾ, കഴിയുന്നത്ര മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. നല്ലോണം ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും സംസാരിക്കുക. ഗർഭിണികൾ അധികം നേരം മൊബൈൽ ഉപയോഗിക്കുന്നതും എപ്പോഴും മൊബൈൽ ഓരോ ഗൂഗിൾ ചെയ്യുന്നതും കഴിയുന്നത്ര കുറയ്ക്കുക. കൂടുതൽ ആൾക്കാരുമായിട്ട് ഫോണിലോ അല്ലാതെയോ ഇടപഴകുന്നത് നല്ലതാണ്. കഴിയുന്നത്ര നമ്മൾ സോഷ്യൽ ഹെൽപ്പ് എടുക്കുക. നമുക്ക് വരുന്ന ഭാവമാറ്റങ്ങൾ തുറന്നു പറയുക. ബന്ധുമിത്രാദികളോട് നല്ല പുസ്തകങ്ങൾ വായിക്കുക. നമുക്ക് വായനാശീലം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. ഫോണിൽ നിന്നും കഴിയുന്നത്ര പുസ്തകം വായിക്കുന്ന ഒരു ശീലം, അത് തന്നെ നല്ല പുസ്തകങ്ങൾ, സ്ട്രെസ് ഉണ്ടാക്കാത്ത രീതിയിലുള്ള നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ശ്രദ്ധിക്കുക. നല്ല പാട്ടുകൾ കേൾക്കുക. പേടിപ്പെടുത്തുന്ന സംഭ്രമജനകമായ സിനിമകൾ, വിഷാദം പരത്തുന്ന TV പരിപാടികൾ, സീരിയലുകൾ, ഇതെല്ലാം കഴിയുന്നത്ര കുറയ്ക്കുക. കാലിൽ നീര് വരുമ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവാറുണ്ട്. കാലിൽ നീര് വരുന്നത് സ്വാഭാവികമാണ്. പാദങ്ങൾ അധിക നേരം തൂക്കിയിട്ട് ഇരിക്കാതിരിക്കുക. ഇരിക്കുമ്പോൾ തന്നെ കാല് സ്റ്റൂളിന്റെ മുകളിലോ കസേരയിലോ കയറ്റി വെക്കുക. ഉറങ്ങുമ്പോൾ കാലിന്റെ താഴെ ഒരു തലയണ വെക്കുന്നതും കാലിടയ്ക്കിടയ്ക്ക് കാൽപാദം മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്നതും ഒരു പരിധി വരെ ഈ നീര് കുറയ്ക്കാൻ സഹായിക്കാറുണ്ട്. ക്രമാതീതമായ നീര്, രാവിലെ എണീക്കുമ്പോഴും നീരുണ്ട്, മുഖത്ത് നീര്, വയറിന്റെ മുകളിൽ നീരുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ BP തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടും ഉണ്ടാകാം. അപ്പോൾ അത് ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. അടുത്ത് നിന്ന് BP ചെക്ക് ചെയ്യുക. BP 140/90 മുകളിലുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ വിവരം അറിയിക്കണം. ഇനി ആഹാരവും ഭക്ഷണക്രമവും, ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ക്ലാസ് എടുക്കുന്നതാണ് നമ്മുടെ ഡയറ്റീഷ്യൻ ലിൻഷ. അതിൽ പ്രത്യേകം നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ ഫുഡ് പിരമിഡ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിന്റെ മേജർ പോർഷൻ നമ്മൾ റൈസ്, അതായത് ചോറ്, ഗോതമ്പ്, സീരിയൽസ്, ഓട്സ്, ഇങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങളും, പിന്നീട് അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം കഴിക്കേണ്ടത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും, പിന്നീട് കഴിക്കേണ്ടത് പാല്, മാംസം, മത്സ്യവർഗ്ഗങ്ങളും, ഏറ്റവും കുറവ് ഈ ഫുഡ് പിരമിഡിൽ ഏറ്റവും കുറവ് കഴിക്കേണ്ടത് കൊഴുപ്പ്, എണ്ണ, മധുരം. ഇതെപ്പോഴും ഓർക്കുക. ഫോളിക് ആസിഡ്, നമ്മളെല്ലാവരും ഗർഭിണികൾ സാധാരണ ഗർഭിണിയായിട്ടാണ് ഇത് കഴിച്ചു തുടങ്ങുക. പക്ഷെ ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ, കല്യാണം ഉടനെ കഴിഞ്ഞ് കുഞ്ഞിനെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർ അപ്പോൾ തന്നെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഫോളിക് ആസിഡ് ഒരുപാട് അടങ്ങിയ ഇലക്കറികൾ, രാജ്മ, പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം നല്ലോണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഗുരുതരമായ ജനന വൈകല്യങ്ങൾ തടയുന്നു. ഗർഭകാലം മുഴുവൻ ഇത് കഴിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം നല്ലോണം കുടിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ അളവിൽ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ ശ്രദ്ധിക്കണം. 8-10 ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കഴിക്കണം.
ഉപ്പ് അധികം അടങ്ങിയ സ്നാക്സ്, ചിപ്സ്, അങ്ങനത്തെ ഉപ്പടങ്ങിയ ഫാസ്റ്റ് ഫുഡുകൾ കഴിയുന്നത്ര കുറയ്ക്കുക. കൃത്യമായ ഇടവേളകളിൽ കഴിക്കുക. നമ്മളെല്ലാവരും 3 നേരം ഭക്ഷണം കഴിക്കുന്നവരാണ് അല്ലേ? പക്ഷേ ഗർഭിണികൾ ഈ 3 നേരം കഴിക്കുന്ന അതേ ഭക്ഷണ അളവ് ചെറിയ ചെറിയ അളവുകളായിട്ട് 6 നേരം കഴിക്കണം. അതായത് രാവിലെ ഒരു 8 മണിയാവുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, 10:30ക്ക് എന്തെങ്കിലും കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യുക ഈ 2 തവണയായിട്ട്. ലഞ്ച് ഒരു 1 മണിയാവുമ്പോഴേക്കും, വൈകിട്ട് 3, 4 മണിയൊക്കെ ആവുമ്പോഴേക്കും ഈവനിങ് സ്നാക്ക്. ഡിന്നർ നേരത്തെ കഴിക്കുക, എപ്പോഴും 7 മണിയൊക്കെ ആവുമ്പോഴേക്കും ഡിന്നർ കഴിക്കുക. ഉറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഗ്യാസ്, നെഞ്ചെരിച്ചിൽ ഇതെല്ലാം കുറയ്ക്കാൻ നേരത്തെ ഡിന്നർ കഴിക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാല് കുടിക്കുക. അമിതാഹാരവും പാടില്ല. അത് ഭയങ്കര വയറ് വീർത്ത് കെട്ടല്, വിമ്മിഷ്ടം ഉണ്ടാക്കാം. അല്പാഹാരവും പാടില്ല. പെട്ടെന്ന് ഷുഗർ കുറഞ്ഞ് ക്ഷീണം വരാനുള്ള സാധ്യത ഗർഭിണികൾക്ക് അധികമാണ്. ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: കഴിയുന്നത്ര പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുക. ആവിയിൽ പാകം ചെയ്യുന്ന സ്നാക്സ് ആണ് എപ്പോഴും കൂടുതൽ ആരോഗ്യകരം. വറുക്കുന്നതും വീണ്ടും ചൂടാക്കുന്നതും പോഷകമൂല്യം നഷ്ടപ്പെടാൻ കാരണമാവും. പഞ്ചസാരയ്ക്ക് പകരമുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉപയോഗിക്കരുത്. വഴിയോര ഭക്ഷണങ്ങളും ജങ്ക് ഫുഡും കഴിയുന്നത്ര കുറയ്ക്കുക. അമിതമായ എണ്ണ, നെയ്യ് ഉപയോഗം കുറയ്ക്കുക. മൈദ, പഞ്ചസാര അടിസ്ഥാനമാക്കിയ കേക്ക്, ബ്രെഡ്, ജാം, ജിലേബി, ബേക്കറി സ്വീറ്റ്സ് കഴിയുന്നത്ര കുറച്ച് ഉപയോഗിക്കുക. അമിതമായിട്ടുള്ള ഉപ്പും മുളകും കുറയ്ക്കുക. സമീകൃതമായിട്ടുള്ള ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ അളവിൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇനി സെൽഫ് കെയർ, സ്വയം പരിചരണത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ശരീര ഭാരം എത്ര കൂടുമ്പോൾ എത്ര വരെ കൂടാം? മൊത്തം ഗർഭകാലത്ത് ഒരു 9 മുതൽ 11 കിലോ വരെ കൂടാം. ചിലവർ 17 കിലോ വരെ കൂടാറുണ്ട്. അപ്പൊ ആദ്യത്തെ 3 മാസം പലപ്പോഴും 2-3 കിലോ വരെ കുറയാം. പലപ്പോഴും ഓക്കാനം, ഛർദി ഇതെല്ലാം കാരണം അത് സ്വാഭാവികമാണ്. അപ്പോൾ ചിലർ 1 കിലോ മാത്രമേ കൂടാറുള്ളൂ. രണ്ടാമത്തെ അതായത് 3 മുതൽ 6 മാസം വരെയുള്ള കാലഘട്ടത്ത് 5 കിലോ വരെയും അവസാനത്തെ 3 മാസത്തിൽ 5 കിലോ കൂടാം. അതായത് ഓരോ മാസവും പരമാവധി 1-2 കിലോ വെച്ചാണ് കൂടേണ്ടത്. അതായത് ഒരാഴ്ചയിൽ മാക്സിമം 1/2 കിലോ. അപ്പോൾ ആഴ്ചക്ക് 1/2 കിലോയും ഒരു മാസം പരമാവധി 2 കിലോ. ഇതാണ് സേഫ് ആയിട്ടുള്ളൊരു പ്രഗ്നൻസിയിൽ ഉണ്ടാവേണ്ട ഭാരവർദ്ധന, തൂക്കവർദ്ധന അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ. ഇതിൽ കൂടുതൽ തൂക്കം വർദ്ധിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവും. അപ്പോൾ എപ്പോഴും ഭക്ഷണം പ്രത്യേകം ശ്രദ്ധിക്കുക. മെലിഞ്ഞവർക്ക് തൂക്കം കൂടുതലാകാം. വെയിറ്റ് അധികമുള്ളവർ പലപ്പോഴും ഇത്രയും വെയിറ്റ് കൂടാൻ പാടില്ല. അതായത് അമിതവണ്ണമുള്ളവർ പലപ്പോഴും ഈ 2 കിലോന് പകരം 1-1.5 കിലോ കൂടുന്നതാണ് അഭികാമ്യം. ഇനി ശുചിത്വം, ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നഖങ്ങൾ വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. ദിവസേന നമ്മുടെ ഒരു കാലാവസ്ഥ വെച്ച് 2 തവണ കുളിക്കുക. രാവിലെ കുളിക്കുക, വൈകിട്ടും മേല് കഴുകാൻ ശ്രദ്ധിക്കുക. യോനിയുടെ ഭാഗം ശുചിയാക്കി ഡ്രൈ ആക്കി വെക്കുക. എപ്പോഴും നനഞ്ഞിരിക്കുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ഒരു കാരണമാവാം. കഴിയുന്നതും ആ ഭാഗത്ത് പൗഡർ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. കറക്റ്റ് സൈസിലുള്ള ബ്രാ ഉപയോഗിക്കുക. ഇറുകി കിടക്കുന്ന വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഗർഭകാലത്തെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല. പ്യോർലി അത് കപ്പിളിന്റെ കംഫർട്ടിനനുസരിച്ചാണ്. തുടക്കം മുതൽ 9-ാം മാസം വരെ ബന്ധപ്പെടുന്നതിൽ തെറ്റില്ല. പക്ഷെ ആദ്യത്തെ 3 മാസങ്ങളിൽ അകാരണമായ രക്തസ്രാവം, താഴോട്ട് ഇറങ്ങിയ പ്ലാസെന്റ, ഗർഭം അലസുന്നതിൻ്റെയോ പ്രസവ വേദന, പ്രീടേം പെയിൻസ് വരുന്നതിന്റെ സാധ്യതയുള്ളവര്, ഇരട്ട കുട്ടികൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നതും ഗർഭകാല ലൈംഗിക ബന്ധം ഒഴിവാക്കുക. കഴിയുന്നതും നിപ്പിൾ സ്റ്റിമുലേഷനും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ജോലിയും ഗർഭധാരണവും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രായക്കൂടുതലുള്ളവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. അതായത് വിളർച്ച, പ്രമേഹം, ഉയർന്ന BP ഉള്ളവർക്കാണ് പലപ്പോഴും കോംപ്ലിക്കേഷൻസ് വരിക. കുഞ്ഞിന്റെ തൂക്കം, സങ്കീർണതകൾ ഉള്ളവരും ശ്രദ്ധിക്കണം. പിന്നീട് വിശ്രമം, ഭക്ഷണ നിയന്ത്രണം, കഠിനാധ്വാനം ഇത് ഒഴിവാക്കണം. ചെയ്യുന്ന ഇരുന്നുള്ള ജോലികൾ, യാത്ര, ഉറക്കം ഇതെല്ലാം നല്ല രീതിയിൽ കിട്ടുന്നില്ലേ എന്നുള്ളത് ശ്രദ്ധിക്കുക.
ക്രമമുള്ള ജോലി ആണെങ്കിൽ ഒന്നുകൂടി നല്ലത്. പിന്നെ നമുക്ക് സമയത്ത് പുറപ്പെടാൻ ശ്രദ്ധിക്കുക, വീഴ്ചയുടെ സാധ്യത കുറയ്ക്കാൻ, സമ്മർദ്ദങ്ങൾ കുറയ്ക്കുക, ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, പ്രസവകാല അവധി മെറ്റേണിറ്റി ലീവ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ധാരാളം പാനീയം കുടിക്കണം. ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും പോസ്ചർ, ഒരുപാട് നേരം ഇരിക്കുന്നത് ഒഴിവാക്കി ഇടയ്ക്ക് കുറച്ചു നേരം നടക്കാൻ ശ്രദ്ധിക്കുക. ഗർഭകാലം യാത്ര ചെയ്യുന്നതിന് സേഫ് ആണോ? ദീർഘദൂര യാത്രകൾ ആദ്യത്തെ 3 മാസങ്ങളിലും അവസാനത്തെ 3 മാസങ്ങളിലും കുറയ്ക്കുന്നത് നല്ലതാണ്. കാർ ജേണി, ഫ്ലൈറ്റ്, ട്രെയിൻ, ബസ് ഇതെല്ലാം സേഫ് ആണ്. ബൈക്ക് യാത്ര പലപ്പോഴും വീഴ്ചയുടെ സാധ്യത, തലകറക്കം ഇതെല്ലാം കൂട്ടാം. ഓട്ടോ യാത്ര ചെയ്യുന്നവർ പതുക്കെ ട്രാവൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ജേർക്കി ആയിട്ടുള്ള യാത്രകൾ കുറയ്ക്കണം. ഒഴിവാക്കേണ്ട മദ്യപാനീയങ്ങൾ ഒഴിവാക്കണം. മധുരമടങ്ങിയ ലഘുപാനീയങ്ങൾ, പുകവലി, പാസീവ് സ്മോക്കിംഗ്. വീട്ടിൽ മറ്റൊരാൾ സ്മോക്ക് ചെയ്യുമ്പോൾ അതിന്റെ പുക തട്ടുന്നത് പോലും ഗർഭിണികൾക്ക് കേടാകാം. ഒഴിവാക്കേണ്ട ഹൈ ഹീൽഡ് ചെരുപ്പുകൾ പലപ്പോഴും നടുവേദന കൂട്ടാം, വീഴ്ചയുടെ സാധ്യത കൂട്ടാം. ഭാരം കൂടിയ വസ്തുക്കൾ പൊക്കുന്നതും കഴിയുന്നത്ര ഒഴിവാക്കണം. ഇനി മെഡിക്കൽ കെയറിൽ വൈദ്യപരിചരണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫോളിക് ആസിഡ് ഗർഭിണിയാകാൻ പ്ലാൻ ചെയ്യുന്ന ആ സമയം മുതൽ തന്നെ കഴിച്ചു തുടങ്ങണം. 4-ാം മാസം മുതൽ അയൺ കാൽഷ്യം ഗുളിക കറക്റ്റായിട്ട് കഴിക്കണം. 5 മാസം മുതൽ കാൽഷ്യം ഗുളിക 2 നേരം കഴിക്കണം. അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ മലബന്ധം ഉണ്ടാവാം. അങ്ങനെയുണ്ടെങ്കിൽ അത് ഡോക്ടറോട് പ്രത്യേകം പറയുക. അയൺ ടാബ്ലറ്റ് മാറ്റുമ്പോൾ ചിലപ്പോൾ അത് ശരിയാവാം. അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ചിലപ്പോൾ മലം പോകുന്നത് കറുത്ത നിറത്തിലാവാം. അത് പേടിക്കേണ്ട. അയൺ കഴിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഇരുണ്ടു പോവുക, കഴുത്തിന് ചുറ്റും കറുപ്പ് വരിക, മുഖം കറക്കുക, ഇതൊന്നും ഉണ്ടാവുകയില്ല. ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഇതെല്ലാം പ്യുവർലി ഗർഭകാലത്തെ ഹോർമോൺ ചേഞ്ചസ് കാരണം മാത്രമാണ്. RH നെഗറ്റീവ്, അതായത് നെഗറ്റീവ് ഗ്രൂപ്പുള്ള അമ്മമാർ, ഹസ്ബൻഡ് പോസിറ്റീവ് ഗ്രൂപ്പുള്ളവരാണെങ്കിൽ ആന്റി-D എന്ന് കുറച്ച് വിലയുള്ള ഒരു ഇഞ്ചക്ഷൻ പ്രസവം കഴിഞ്ഞിട്ടും അതേപോലെ ഇപ്പോൾ നമ്മൾ പറയുക 7-ാം മാസത്തിലും എടുക്കണം. ഗർഭകാലത്തെ സ്കാനിങ്ങിനെ പറ്റിയിട്ടും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് വെക്കുന്നുണ്ട്. നമ്മുടെ ഡോക്ടർ സെനീഷ് അതിൻ്റെ പ്രാധാന്യത്തിനെ പറ്റി വളരെയധികം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. കാരണം ഇപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. സ്കാനിങ് എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയധികം സ്കാനിങ്ങുകൾ ഗർഭിണികൾക്ക് ചെയ്യുന്നു? പണ്ട് 1-2 സ്കാനിങ് ചെയ്തോടത്ത് നമ്മൾ ഇന്ന് 4-5 സ്കാനിങ് ചെയ്യുന്നു. ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതിനെ പറ്റിയാണ് സെനീഷ് ഡോക്ടർ നിങ്ങളോട് സംസാരിക്കേണ്ടാവുക. ബേസിക്കലി നമ്മൾ ഈ സ്കാനിങ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം തുടക്കത്തിൽ ഗർഭം ആരോഗ്യമുള്ളതാണോ അല്ലയോ, ട്യൂബിലെ ഗർഭമാണോ, വളർച്ച കറക്റ്റ് അല്ലേ, ഗർഭസ്ഥ ശിശുവിന്റെ പ്രായം, ഡേറ്റ്, പ്രസവ ഡേറ്റ്, ഇതെല്ലാം തീരുമാനിക്കാനാണ്. 3-ാം മാസത്തിൽ നമ്മൾ ചെയ്യുന്ന സ്കാനിങ് അത് പല ജനിതക വൈകല്യങ്ങളും, ഡൗൺ സിൻഡ്രോം, ബുദ്ധിമാന്ദ്യം ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ്. പിന്നെ പ്ലാസന്റയുടെ സ്ഥാനം, ഗർഭസ്ഥ ശിശുവിന്റെ തൂക്കം, വളർച്ചക്കുറവ് ഇതെല്ലാം കണ്ടുപിടിക്കാനാണ്. ലിംഗനിർണയം നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമാണ്. ഒരിക്കലും സ്കാനിങ് ചെയ്യുന്ന ഡോക്ടറോട് കുട്ടിയുടെ ലിംഗം ചോദിക്കാൻ പാടില്ല. ചോദിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ്. സ്കാനിങ് പൊതുവെ നമ്മൾ 6 to 8 വീക്സിലെ ആദ്യത്തെ സ്കാനിങ്, അതായത് 2-ാം മാസം ആവുമ്പോഴേക്കും ആദ്യത്തെ സ്കാനിങ്, 3 മുതൽ 3-ാം മാസത്തിൽ അടുത്ത സ്കാനിങ്, 5 തൊട്ട് 6 മാസത്തിൽ 5-ാം മാസത്തെ അനോമലി സ്കാനിങ്, കുട്ടിയുടെ ഓരോ അവയവങ്ങളും ഹെൽത്തി അല്ലേ എന്ന് നോക്കുന്ന സ്കാനിങ്. അത് നമ്മൾ ചെയ്യുന്നത് 3D 4D സ്കാനിങ് ആണ് നമ്മൾ ARMCയിൽ ചെയ്യുന്നത്. പിന്നീട് 3rd ട്രൈമസ്റ്റർ ഗ്രോത്ത് സ്കാൻ. ഈ ഗ്രോത്ത് സ്കാൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നമുക്കത് 8-ാം മാസത്തിൽ 30 to 32 വീക്സിലുള്ള ഒരു സ്കാനിങ്ങും 9-ാം മാസത്തിലുള്ള ഒരു സ്കാനിങ്ങും. അതല്ല ഇത് 2 തവണ ചെയ്യുന്നതിന് പകരമായി ഒറ്റ തവണയായി 34 to 35 വീക്സും ചെയ്യാം. നമ്മൾ പലപ്പോഴും ഇവിടെ ചെയ്യുന്നത് 30 വീക്സിൽ ഒരു സ്കാനിങ്ങും പിന്നീട് 36 വീക്സിൽ അടുത്ത സ്കാനിങ്ങുമാണ്. നമ്മൾ ചിലപ്പോൾ 30 വീക്സിൽ ഈ സ്കാനിങ് ചെയ്യാതിരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ കുട്ടിയുടെ വളർച്ചക്കുറവ് മിസ് ചെയ്യാറുണ്ട്. എന്നിട്ട് കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം. അതുകൊണ്ടാണ് 2 തവണയായിട്ട് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ വാക്സിനേഷൻ ആണ് നമ്മൾ സാധാരണ പ്രഗ്നൻസിയിൽ ചെയ്യാറ്?
TT പണ്ട് നമ്മൾ എടുത്തിരുന്നത് ടെറ്റനസ് ടോക്സോയിഡ് ആണ്. ടെറ്റനസ് എന്ന അസുഖത്തിൽ നിന്നും ഗർഭസ്ഥ ശിശുവിനെ പ്രസവം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞിനെയും പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളത് TD വാക്സിൻ ആണ് എടുക്കുന്നത്. ടെറ്റനസും ഡിഫ്തീരിയയും ഇതിൽ രണ്ടിൽ നിന്നും പ്രതിരോധിക്കാൻ. അത് 3-ാം മാസത്തിലും 5-ാം മാസത്തിലുമാണ് നമ്മൾ എടുക്കാറ്. ഇനി മറ്റൊരു വാക്സിൻ ഉള്ളത് TDAP എന്ന് പറയും. ടെറ്റനസ്, ഡിഫ്തീരിയ, പെർട്ടൂസിസ്. ഈ 3 അസുഖത്തിൽ നിന്നും ഗർഭസ്ഥ ശിശുവിനെ, അതായത് നവജാത ശിശുവിനെയും പരിരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതാണ്. ഈ വാക്സിൻ കുറച്ചുകൂടി വില കൂടിയതാണ്. ഏകദേശം 1100 രൂപ വില വരും, 1100 റുപ്പീസ്. അത് എടുത്തു കഴിഞ്ഞാൽ അത് യൂഷ്വലി 7-ാം മാസത്തിന് ശേഷമാണ് നമ്മൾ എടുക്കുക. അപ്പോൾ TDAP വാക്സിൻ എടുക്കണമെങ്കിൽ നിങ്ങളത് ഗൈനക്കോളജിസ്റ്റിനോട് പ്രത്യേകം പറയാൻ ശ്രദ്ധിക്കുക. ഇനി എന്താണ് അനീമിയ ഇൻ പ്രഗ്നൻസി, ഗർഭകാല വിളർച്ച? ഗർഭകാലത്ത് ഹീമോഗ്ലോബിൻ 11-ന് മുകളിൽ വേണം. അത് ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യത, വളർച്ചക്കുറവ്, ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ക്ഷീണം, ദഹന പ്രശ്നങ്ങൾ, വിശപ്പില്ലായ്മ, ഹൃദയം, നെഞ്ചിടിപ്പ്, കിതപ്പ്, ഇതെല്ലാം ഉണ്ടാവാം. അപ്പോൾ അയൺ ഗുളിക 2 നേരം കഴിക്കുക, അല്ലെങ്കിൽ അയൺ ഇഞ്ചക്ഷൻ എടുക്കുക. ചിലപ്പോൾ രക്തം കയറ്റേണ്ടി പോലും വരാം. അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. ഇനി അവഗണിക്കാൻ പാടില്ലാത്ത ഗർഭകാല രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വയറുവേദന, പനി, കാഴ്ചയുടെ തകരാറുകൾ, ക്രമാതീതമായ നീര്, കടുത്ത തലവേദന, ശരീരം മുഴുവനുള്ള ചൊറിച്ചിൽ, വീഴ്ച, കടുത്ത ഛർദി, ഒന്നും കഴിച്ചാലും നിൽക്കാത്ത രീതിയിലുള്ള ഛർദി, പെട്ടെന്നുള്ള തൂക്കവർധന, സഡൻ ബ്ലീഡിങ്, പെട്ടെന്ന് ക്രമാതീതമായ ദാഹം, മൂത്രമൊഴിക്കുമ്പോൾ കടച്ചിൽ, അടിവയറ് വേദന, തലചുറ്റൽ, ബോധം കെടൽ, കുഞ്ഞിന്റെ അനക്കം ശരിക്കും അറിയാതിരിക്കുന്നത്, യോനിയിൽ നിന്ന് വെള്ളം പോലെയുള്ള ദ്രാവകം വരുന്നത്, ഇതെല്ലാം എപ്പോഴും ഉടൻ തന്നെ വൈദ്യസഹായം തേടാൻ ശ്രദ്ധിക്കുക. പിന്നീട് എന്തൊക്കെയാണ് ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പ്രസവ സമയം അടുക്കുന്നതോടെ നമ്മുടെ ഒരു 7 മാസം കഴിയുമ്പോൾ തന്നെ ബാഗ് റെഡിയാക്കി വെക്കുക. എല്ലാ ആഭരണങ്ങള്, നെയിൽ പോളിഷ്, കോണ്ടാക്ട് ലെൻസ്, ഇതെല്ലാം നീക്കം ചെയ്യണം. പ്രസവ വേദന തുടങ്ങിയാൽ കഴിയുന്നതും ലഘുവായ ഭക്ഷണം മാത്രം കഴിക്കുക. എല്ലാ റിപ്പോർട്ടുകളും, മരുന്നുകളും, ഫോൺ, ചാർജർ, പണം, ഡെലിവറി സമയത്തേക്ക് വേണ്ട ഡ്രസ്സുകൾ, കുട്ടിക്ക് വേണ്ട സാധനങ്ങൾ, ഇതെല്ലാം ബാഗിൽ പാക്ക് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. തുണി കൊണ്ടുള്ള ഡയപ്പർ, ബ്ലാങ്കറ്റ്, ടവൽ, നാപ്കിൻസ് എല്ലാം റെഡിയാക്കി വെക്കുക. വ്യായാമങ്ങളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മുടെ ഫിസിയാട്രിസ്റ്റ് മാഡം ഡോക്ടർ ഫെബിന സീതി നിങ്ങൾക്ക് എടുക്കുന്നതാണ്. അത് നിർബന്ധമായും അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വ്യായാമം, ഏറ്റവും നല്ല വ്യായാമം നടക്കലാണ്. പിന്നീട് റെസ്റ്റ് പറഞ്ഞിട്ടുള്ളവർ അത് ഒഴിവാക്കുക. യോഗ, മെഡിറ്റേഷൻ, ഇതെല്ലാം ഒരുപാട് നല്ലതാണ്. വീഴ്ച, അപകടങ്ങളെല്ലാം കഴിയുന്നത്ര തടയുക. പിന്നീട് നമ്മൾ സാധാ കുമ്പിട്ട് ചെയ്യുന്ന ജോലികൾ, കുമ്പിട്ടുള്ള നിസ്കാരം, പ്രാർത്ഥന, ഇതൊക്കെ വളരെ നല്ലതാണ്. സാധാരണ രീതിയിലുള്ള ഇന്ത്യൻ ക്ലോസറ്റ്, ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. വ്യായാമം ചെയ്യാൻ പാടില്ലാത്തത് ആരൊക്കെയാണ്? ഉയർന്ന രക്തസമ്മർദ്ദം, വെള്ളം പൊട്ടിയവർ, മാസം തികയാതെ പ്രസവ വേദന വരുന്നവർ, ബ്ലീഡിങ്, താഴോട്ട് ഇറങ്ങിയ പ്ലാസന്റ, ഹൃദയരോഗം, ഇതെല്ലാം ഉള്ളവർ അത് ഒഴിവാക്കണം. ഇനി പ്രസവത്തിനെ പറ്റി പറഞ്ഞു വരികയാണെങ്കിൽ, പ്രസവ വേദന എങ്ങനെയാണ് നമ്മൾ ശരിക്കുള്ള പ്രസവ വേദന നമ്മൾ മനസ്സിലാക്കുക? വിട്ട് കൂടിക്കൂടി വരുന്ന വേദനയാണ് ശരിയായ പ്രസവ വേദനയുടെ ലക്ഷണം. ഇടയ്ക്ക് വരുന്ന ഒരു വേദന, വന്നു പോകുന്ന വേദന പ്രസവ വേദന ആയിരിക്കില്ല. അത് ചിലപ്പോൾ ഇടനോവാകാം. വിട്ട് കൂടിക്കൂടി വരുന്ന വേദനയുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നീട് ഇത് നിങ്ങൾക്ക് കാണാം. ഇതാണ് പിക്ടോറിയൽ ഡെമോൺസ്ട്രേഷൻ ഡെലിവറിയുടെ. അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി വേദനയ്ക്ക്, പ്രസവ സമയത്തുള്ള വേദന കുറയാൻ എന്തൊക്കെയാണ് നമുക്കുള്ള മാർഗങ്ങൾ? നമുക്ക് 2 മാർഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒരു ഗ്യാസ് ഉണ്ട്, എൻഡനോക്സ് എന്ന് പറയുന്ന നൈട്രസ് ഓക്സൈഡ് പ്ലസ് ഓക്സിജൻ ഉള്ള ഒരു ഗ്യാസ്. പ്രസവ സമയത്ത് വേദന വരുമ്പോൾ നമ്മൾ വലിക്കുന്ന ഒരു ഗ്യാസാണിത്. അതുകൊണ്ട് നമുക്കൊരു 40 മുതൽ 50% വരെ വേദന കുറയാൻ സഹായിക്കും. അത്
ഒരു പരിധി വരെ ഗർഭപാത്രം തുറക്കുന്നതിനും സുഗമമായ പ്രസവത്തിനും കൂടി അത് സഹായിക്കുന്നു. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുകൊണ്ട് കുട്ടിക്കോ അമ്മയ്ക്കോ യാതൊരു കേടുമില്ല. പലപ്പോഴും പ്രസവം വേഗമാകുന്നതിനും അത് സഹായിക്കാറുണ്ട്. പക്ഷേ 40 മുതൽ 50% വരെ മാത്രമേ നമുക്ക് അതുകൊണ്ട് പെയിൻ റിലീഫ് കിട്ടാറുള്ളൂ. ശരിയായ പെയിൻലെസ് ലേബർ എന്ന് പറയുന്നത് എപ്പിഡ്യൂറൽ അനാൽജീസിയാണ്. അതായത് നമ്മൾ നടുവിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ചക്ഷൻ, ഈ കാണുന്നത് ഇഞ്ചക്ഷൻ വെച്ച് ഒരു കത്തീറ്റർ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് പെയിൻ ട്രാവൽ ചെയ്യുന്ന ഞരമ്പുകളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇതും വളരെ സേഫ് ആയിട്ടുള്ള ഒരു പെയിൻ റിലീഫ് മെത്തേഡാണ്. ഇതിലാണ് ആക്ച്വലി നമുക്ക് 90 മുതൽ 100% വരെ ഒരു പെയിൻ റിലീഫ് നമുക്ക് കിട്ടാറ്. ഇത് പലപ്പോഴും ഒരു അനസ്തീഷ്യ ഡോക്ടറാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് മുൻകൂട്ടി പറഞ്ഞ് അനസ്തീഷ്യ ഡോക്ടറുടെ അടുത്തും ഒരു ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. ഇനി പ്രസവ സമയത്ത് നമ്മൾ യോനി മുഖത്ത് പലപ്പോഴും കുട്ടിയുടെ തല, നിങ്ങൾക്ക് കാണാം, കുഞ്ഞിന്റെ തല വന്ന് നിൽക്കുമ്പോൾ കുഞ്ഞിന്റെ തല പുറത്തു വരാനുള്ള സ്പേസ് കുറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ മുറിവാണ്. അത് നമുക്ക് നടുവിലിടാം, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ഇടാം. ഈ മുറിവിനെയാണ് എപ്പിസിയോട്ടമി എന്ന് പറയുന്നത്. ഇതാണ് ലേബർ സ്യൂട്ട്. നമുക്ക് മറ്റ് ARMC ഏജിസ് ഹോസ്പിറ്റലിൽ മറ്റ് ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് LDR സ്യൂട്ടുകളിലാണ് നിങ്ങളുടെ പ്രസവം നടക്കുക. അതായത് പ്രസവവേദന തുടങ്ങി തീരുന്നത് വരെ ഈ ലേബർ എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് സ്വകാര്യത ഉറപ്പാക്കുന്ന, പ്രൈവസി എൻഷുർ ചെയ്യുന്ന ലേബർ ഡെലിവറി റിക്കവറി സ്യൂട്ടാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് റിക്ലൈനറിൽ ഇരിക്കാനുള്ള സൗകര്യവും ഒരു ബേർത്തിങ് പാർട്ട്ണർ, അത് നിങ്ങളുടെ അമ്മയാകാം, ഹസ്ബൻഡ് ആകാം, കൂടെ നിങ്ങൾക്ക് മാനസിക പിന്തുണ തന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള സൗകര്യവും നമ്മൾ ഉറപ്പുവരുത്തുന്നു. നമുക്കിവിടെ ലെവൽ 3 NICU ആൻഡ് എല്ലാ ഡെലിവറികളും നിയോനെറ്റോളജിസ്റ്റിന്റെ ആൻഡ് പീഡിയാട്രീഷ്യന്റെ അസിസ്റ്റൻസോടെയാണ് ഇവിടെ നടക്കുന്നത്. എന്തൊക്കെയാണ് പ്രസവ സമയത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധാരണ? മഷിയിളകുക, കുട്ടിക്ക് മഷി ഇളകുന്നത് സാധാരണ നമ്മൾ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഇത്രയും നാൾ നമ്മൾ ചെക്കപ്പ് ചെയ്തു, സ്കാൻ ചെയ്തു, ഉള്ളു പരിശോധിച്ചു, എന്തുകൊണ്ട് ഈ മഷി ഇളകിയത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല? അതായത് സാധാരണ കുട്ടി പ്രസവം കഴിഞ്ഞിട്ടാണ് മഷി ഇളക്കേണ്ടത്. കുട്ടിക്ക് ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് പലപ്പോഴും ഗർഭപാത്രത്തെ യൂട്രസിന്റെ ഉള്ളിൽ വെച്ച് തന്നെ മഷി ഇളക്കുക. അപ്പോൾ ഫ്ലൂയിഡിനകത്ത് മഷി കലർന്ന് ആദ്യത്തെ കരച്ചിലിൽ ഈ മഷി കലർന്ന ഫ്ലൂയിഡ് കുട്ടി കരയുമ്പോൾ തരിപ്പ് പോയി ലങ്സിലേക്ക് കയറിയിട്ടാണ് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാറ്. ഇത് നമുക്ക് സ്കാനിങ്ങിൽ കൂടെയോ ചെക്കപ്പിൽ കൂടെയോ ഒന്നും നമുക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും വാട്ടർ ബ്രേക്ക് ആവുമ്പോൾ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞിട്ടാണ് നമുക്ക് കുട്ടി മഷി ഇളക്കിയത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ചില കുട്ടികൾക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. പക്ഷെ ചില കുട്ടികൾക്ക് 3 മുതൽ 5 ദിവസം വരെ NICUവിൽ കെയർ വേണ്ടി വരാറുണ്ട്, ഓക്സിജൻ സപ്പോർട്ട്. കുട്ടിയുടെ കഴുത്തിന് ചുറ്റും പൊക്കിൾക്കൊടി ചുറ്റുന്നതും നമുക്ക് എപ്പോഴും സ്കാനിങ്ങിൽ കണ്ടുപിടിക്കണമെന്നില്ല. നമ്മൾ 9ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടിയുടെ കഴുത്തിന് ചുറ്റും പൊക്കിൾക്കൊടി ഉണ്ടാവണമെന്നില്ല. പിന്നീട് കുട്ടി അനങ്ങുന്നതിനനുസരിച്ച്, തല നീക്കുന്നതിനുമനുസരിച്ച് പൊക്കിൾക്കൊടി കഴുത്തിന്റെ ചുറ്റും വരാം. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാം. ഓർ സ്കാനിങ്ങിന്റെ സമയത്ത് ചിലപ്പോൾ കണ്ട പൊക്കിൾക്കൊടി പ്രസവ സമയം ആവുമ്പോഴേക്കും ഊരി പോകാവുന്നതുമാണ്. ഇത് നമ്മുടെ കിടക്കുന്നതുമായിട്ടോ എണീക്കുന്നതുമായിട്ടോ ജീവിതചര്യയായിട്ടോ ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല. പൊക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രസവ സമയത്ത് കുട്ടിയുടെ മിടിപ്പിന് വ്യത്യാസങ്ങൾ വന്ന് എമർജൻസി സിസേറിയൻ വേണ്ടിവരാം. മറ്റൊരു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, പ്രവചിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് എബ്രപ്ഷൻ. അതായത് പ്രസവ സമയത്തോ അതിന് മുമ്പോ പെട്ടെന്ന് മറുപിള്ള വിട്ടുപോയിട്ട് ബ്ലീഡിങ് തുടങ്ങാം. സാധാരണ ഹൈ BP ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്കാണ് ഇത് കാണാറ്. മറ്റൊരു കണ്ടീഷൻ, വളരെ ഒരുപാട് ഡേഞ്ചർ ഉള്ള, ഹൈ മോർട്ടാലിറ്റി ഉള്ള ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം.
ലക്ഷത്തിൽ തന്നെ ചിലപ്പോൾ 5-10 പേർക്ക് വരാവുന്ന ഒരു കണ്ടീഷൻ. അതായത് പ്രസവവേദന വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് പ്രസവവേദന കൂടുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം പൊട്ടുന്നതോടുകൂടി ശ്വാസം മുട്ടും അപസ്മാരവും വരുന്നൊരു അവസ്ഥയാണത്. പിന്നീട് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രം നല്ല രീതിയിൽ ചുരുങ്ങാതിരുന്നാൽ അമിതമായ രക്തസ്രാവം ഉണ്ടാവാം. അതാണ് പോസ്റ്റ്പാർട്ടം ഹെമറേജ്. പിന്നീട് യാതൊരു കാരണവുമില്ലാതെ എല്ലാ ചെക്കപ്പുകളും നോർമലായിട്ടും ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ കുട്ടിയുടെ മിടിപ്പ് നിന്നു പോകാം. ചിലപ്പോൾ കുട്ടിയുടെ ഹാർട്ടിന്റെ മിടിപ്പിനുള്ള എന്തെങ്കിലും തകരാറുകളാവാം, അല്ലെങ്കിൽ പൊക്കിൾക്കൊടി ചുറ്റിയതാവാം, ഇതെല്ലാം ആവാം. ഇത് സ്കാനിങ്ങിൽ നമുക്ക് സാധാരണ 90% പ്രശ്നങ്ങളെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റൂ. എപ്പോഴും ഒരു 10% നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാകാം. ഇനി അടുത്തതായി പ്രസവത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. A cesarean section, often referred to as a C-section, is a surgical procedure in which incisions are made in a woman's abdomen and uterus to deliver a baby. Some cesarean sections are planned. More often, however, the need for the procedure becomes apparent after the onset of labor when abnormal conditions, plastocia, or prolonged non-progression or completely blocks the cervical opening. Fetal distress occurs whenever the health of the baby is in imminent danger, usually from inadequate blood flow through the placenta or umbilical cord. Fetal distress can occur when the placenta separates from the wall of the uterus prior to delivery, or the umbilical cord becomes compressed or squeezed. Other conditions that may require a cesarean section include multiple births, large tumors of the uterus, genital herpes or other infections, or hypertension. Your doctor mission should be stop give an incision in your abdomen. It will either be a vertical incision from just below the navel to the top of the pubic bone, or, more frequently, a horizontal incision across and just above the pubic bone. This is often called a bikini cut. Your doctor will then make a second incision on the lower part of the uterus. Once the uterus is opened, your doctor will rupture the amniotic sac, if it is still intact, and deliver the baby. The time from the initial abdominal incision to birth is typically 5 minutes. Your doctor will then clamp and cut the umbilical cord, gently remove the placenta, and tightly suture your uterus and abdomen. This typically takes about 45 minutes. The hospital stay after a cesarean section is usually 3 to 5 days. During this time, you will be encouraged. Next video. Computer audio.
Normal labor and vaginal birth. The stages of normal labor are as follows. Stage 1, which lasts for 12 to 19 hours. During this stage, the baby descends lower into the pelvis, with the cervix effacing and dilating. Contractions become stronger and more regular, occurring every 5 to 20 minutes, resulting in persistent lower back pain and cramping. The mucus plug at the opening of the cervix falls out, which is seen as a brownish or reddish discharge. The water also breaks during this stage, which could be in the form of a large gush of fluid or a trickle. Any of these complaints necessitates the transfer of the patient to the labor room. Stage 2. The second stage of labor lasts for 20 minutes to 2 hours. The cervix is fully dilated to about 10 centimeter, with the baby's head moving beyond the cervical opening into the birth canal. The mother is encouraged to push during contractions and rest in between them. In a normal delivery, the head rotates to face the mother's back. During active labor, the uterus is divided into an active segment which contracts to push the baby downwards, and a passive segment which relaxes and stretches to create space for the baby to pass through. The appearance of the top of the baby's head is known as crowning. An episiotomy can be performed at this stage, which is an incision in the midline or mediolateral to it to increase the vaginal opening for the delivery of the baby. With the mother pushing during contractions, the baby's head elongates during its passage through the birth canal. This elongation of the head will eventually resolve a few days after birth, with the skull bones shifting back to their original positions. After the baby's head exits the birth canal, the head and shoulders begin to rotate to help the shoulders pass through the birth canal. The baby's shoulders are delivered one after the other in order to fit through the mother's pelvis. Once the shoulders emerge through the birth canal, the rest of the baby slides out easily. After the baby is born, the umbilical cord is then cut by the doctor or midwife. Dr. B. Mild contractions push the placenta out of the uterus. Mother and child bonding is also encouraged during this stage through skin contact and breastfeeding. അപ്പോൾ നോർമൽ ഡെലിവറിയുടെയും സിസേറിയൻ സെക്ഷന്റെ ഒരു ആനിമേറ്റഡ് വീഡിയോ ആയിരുന്നു അത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇനി എല്ലാവരുടെയും ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ഡൗട്ട്. ഇത്രയും നാളും നമുക്കറിയാം ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കുട്ടികൾക്കും ആദ്യം വാക്സിൻ, കോവിഡ് വാക്സിൻ കൊടുത്തിരുന്നില്ല. പിന്നീട് മുലയൂട്ടുന്ന അമ്മമാർക്ക് കോവിഡ് വാക്സിൻ എടുക്കാമെന്ന് അപ്രൂവലായി. ഇപ്പോ ഗർഭിണികൾക്കും പിന്നീട് ഗർഭിണികൾക്കും കുട്ടികൾക്കുമാണ് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഗർഭിണികൾക്കും വാക്സിൻ കൊടുക്കാനുള്ള അനുമതി ആയിക്കഴിഞ്ഞു.
അപ്പോ എല്ലാ ഗർഭിണികൾക്കും ഇനി മുതൽ വാക്സിൻ എടുക്കാം. COVID-19 ഇൻഫെക്ഷൻ വന്നവരും വാക്സിൻ എടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ യൂഷ്വൽ സംശയങ്ങൾ എന്തൊക്കെയാണ്? ഈ COVID-19 വാക്സിൻ എന്തുകൊണ്ടാണ് COVID-19 വാക്സിൻ ഗർഭിണികൾക്ക് നിർദ്ദേശിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഗർഭിണികൾക്ക് COVID-19ന്റെ ഇൻഫെക്ഷൻ കൂടുതലല്ല. പക്ഷേ അഥവാ ഗർഭിണികൾക്ക് ഇൻഫെക്ഷൻ വന്ന് അത് മോശമായാൽ, സിവിയർ കോവിഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കുട്ടിയെ കൂടി ബാധിക്കാം. 2 പേരെ ബാധിക്കാം. അതുകൊണ്ട് കോവിഡ് വരാതിരിക്കാൻ വേണ്ട കരുതലുകളെല്ലാം എടുക്കുക എന്നതിന്റെ ഭാഗമായി ഗർഭിണികളും ഇനി മുതൽ കോവിഡ് വാക്സിൻ എടുക്കണം. ആർക്കാണ് ഏത് തരം ഗർഭിണികൾക്കാണ് ഏറ്റവും അധികം റിസ്ക് കോവിഡ് കിട്ടാൻ? ഡോക്ടർമാരോ ഹെൽത്ത് വർക്കറുകളായിട്ടുള്ള ഗർഭിണികൾ ഓർ ഫ്രണ്ട് ലൈൻ വർക്കർ ആയിട്ടുള്ളവർക്ക്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ ഏരിയയിൽ കൂടുതൽ കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ ജീവിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് നിങ്ങൾക്ക് അധികം പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളെ എപ്പോഴും കോവിഡ് ഇൻഫെക്ഷൻ കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ഗർഭിണിയാണ്. എങ്ങനെയാണ് ഒരു കോവിഡ് ഇൻഫെക്ഷൻ ഒരു ഗർഭിണിയെ ബാധിക്കുക? 90% കോവിഡ് ഇൻഫെക്ഷൻ വരുന്ന ഗർഭിണികൾക്ക് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനുകളോ ഹോസ്പിറ്റൽ അഡ്മിഷൻ ഒന്നും ഇല്ലാതെ തന്നെ അവര് റിക്കവർ ചെയ്ത് പോവാറുണ്ട്. വളരെ കുറച്ചു പേർക്ക് മാത്രമേ കാര്യപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുള്ളൂ. ആൻഡ് ഈ കോംപ്ലിക്കേഷൻസ് ആരിലാണ് സാധാരണ കാണാറ്? പൊതുവെ സിംറ്റംസ് കാണുന്നവർ, അതായത് ജലദോഷം, പനി, ശ്വാസം മുട്ട് ഈ വരുന്ന ആൾക്കാരിലാണ് പെട്ടെന്ന് കോംപ്ലിക്കേഷൻസ് വരാറ്. അത് തന്നെ വരാൻ സാധ്യത ഉള്ളത് ആർക്കാണ്? സാധാരണ ഗർഭിണിയായിരിക്കുന്നത്, ഗർഭിണികളിൽ പ്രഷർ അധികമുള്ളവര്, അമിതവണ്ണമുള്ളവരിൽ, 35 വയസ്സിന് മുകളിലുള്ളവർ, അല്ലെങ്കിൽ പ്രമേഹമുള്ളവർക്ക്, ഇവർക്കാണ് സാധാരണ കോവിഡ് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് ഗർഭകാലത്ത് കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യത. കോവിഡ് എങ്ങനെയാണ് കുഞ്ഞിനെ ബാധിക്കുക? അമ്മയ്ക്ക് കോവിഡ് ഉണ്ടെങ്കിൽ 95% ഗർഭസ്ഥ ശിശുവിനും സാധാരണ ഒരു കുഴപ്പവും ഉണ്ടാവാറില്ല. അത് ധൈര്യമായിട്ടിരിക്കുക. ചിലപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ 5% പേരിൽ ചിലപ്പോൾ കുഞ്ഞു മരണപ്പെടാനോ അല്ലെങ്കിൽ തൂക്കക്കുറവ് വരാനോ മാസം തികയാതെ പ്രസവിക്കാനോ ഉള്ള സാധ്യതയുണ്ട്. ഇനി ആർക്കൊക്കെയാണ് കൂടുതൽ, ഏത് ഗർഭിണികൾക്കാണ് കോവിഡ് ഇൻഫെക്ഷന്റെ സാധ്യത കൂടുതൽ? 35 വയസ്സിന് മുകളിലുള്ള ഗർഭിണികൾ, തടി അധികമുള്ളവർ, ഷുഗറോ പ്രഷറോ ഉള്ളവർ, അല്ലെങ്കിൽ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ സാധ്യത കൂടുതലുള്ളവർ, അതായത് DVT, കാലിലെ രക്തം, ത്രോംബോ എംബോളിസം ഉള്ളവർ. ഈ ഒരു ഗർഭിണി ഓൾറെഡി കോവിഡ് ഇൻഫെക്ഷൻ വന്ന ഒരു ഗർഭിണിയാണെങ്കിൽ എപ്പോഴാണ് വാക്സിൻ എടുക്കേണ്ടത്? ഗർഭകാലത്ത് കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രസവം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ കോവിഡ് വാക്സിൻ എടുക്കണം. അതല്ലെങ്കിൽ ഗർഭിണിയാകാൻ പോകുന്ന ഒരാളും അല്ലെങ്കിൽ കോവിഡ് വന്ന ഒരാളും 3 മാസം കഴിഞ്ഞാൽ എടുക്കണം. ഗർഭിണിക്ക് ഗർഭകാലത്ത് കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞ ഉടനെ കോവിഡ് വാക്സിൻ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണ് നമ്മൾ സാധാരണ കാണാറ് കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ? വളരെ അപൂർവമാണ്. പലർക്കും ചെറിയ പനി, ഇഞ്ചക്ഷൻ സൈറ്റിലുള്ള വേദന, ഇതെല്ലാമാണ് സാധാരണ കാണാറ്. സാധാരണ ആദ്യത്തെ 20 ദിവസത്തിനുള്ളിൽ ഉണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകൾ, ശ്വാസം മുട്ട്, നെഞ്ചുവേദന, അതേപോലെ അടിവയറ് വേദന, കാലിൽ വേദന, ചെറിയ ചെറിയ ബ്ലീഡിങ്, ഇതെല്ലാം കാണാം. പിന്നെ വളരെ അപൂർവമായിട്ട് കാണുന്ന കോംപ്ലിക്കേഷനുകളാണ് ചിലപ്പോൾ അപസ്മാരം. ഇതൊക്കെ ഇന്നേ വരെ എൻ്റെ അറിവിൽ ഇത് കോവിഡ് വാക്സിൻ എടുത്തിട്ട് ഇതൊന്നും വന്നിട്ടില്ല. TT നിങ്ങൾ സാധാരണ എടുക്കാറുള്ള എല്ലാ വാക്സിനുകൾക്കും ഉണ്ടാകുന്ന അതേ കോംപ്ലിക്കേഷനുകളാണ് ഈ പറയുന്നത്. ഇത് ലക്ഷങ്ങളിൽ ഒരാൾക്ക് ഉണ്ടാവാവുന്ന കോംപ്ലിക്കേഷൻ. എന്തൊക്കെയാണ് മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒരു ഗർഭിണി കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, കോവിഡ് വാക്സിൻ എടുത്തു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും
നിങ്ങൾക്ക് കോവിഡ് വരില്ല എന്ന് പറയാൻ പറ്റില്ല. 60 മുതൽ 70% നമുക്ക് വാക്സിന് പ്രൊട്ടക്ഷൻ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും ഡബിൾ മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകണം. ഫിസിക്കൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുക. കഴിയുന്നത്ര ക്രൗഡഡ് പ്ലേസുകൾ, സൂപ്പർ മാർക്കറ്റ്, ഷോപ്പിംഗ് സ്ഥലങ്ങൾ, സൂപ്പർ മാർക്കറ്റുകളെല്ലാം ഒഴിവാക്കുക. എങ്ങനെയാണ് ഒരു ഗർഭിണി കോവിഡ് വാക്സിൻ രജിസ്റ്റർ ചെയ്യുക? മറ്റെല്ലാവരെയും പോലെ തന്നെ കോവിൻ പോർട്ടലിൽ ചെന്ന് അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. ആൻഡ് ഒരിക്കലും കോവിഡ് വാക്സിൻ എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് കോവിഡ് ഇൻഫെക്ഷൻ വരാമെന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ടോക്ക് അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ടോക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഡോക്ടർ, പറയൂ. വൈഫ് ഇപ്പോ ഡെലിവറി കഴിഞ്ഞിട്ട് 1.5 months ആയി. ഓക്കെ, സ്റ്റെയർ കേറാമോ എന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ല, കേറാട്ടോ. ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ടോ? ഒന്നും കുഴപ്പമില്ല. 6 weeks കഴിഞ്ഞ് ബാക്ക് ടു നോർമൽ. താങ്ക് യു വെരി മച്ച്. ഇനി നാളെ നമ്മൾ പ്രസവാനന്തര രക്ഷേനെ പറ്റിയിട്ട്, അതായത് ആഫ്റ്റർ ഡെലിവറി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടാണ് നാളെ നമ്മുടെ ക്ലാസ്. അതും കഴിയുന്നത്ര ആൾക്കാരെ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫാമിലിയിൽ ഷെയർ ചെയ്യുക. പ്രസവം കഴിഞ്ഞ് ഒരു മുലയൂട്ടുന്നതിനെ പറ്റിയിട്ടും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഒരു 1 year എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ പറ്റിയിട്ടാണ്. കഴിയുന്നത്ര പ്രസവം കഴിഞ്ഞവരടുത്ത് അത് ഇൻഫോം ചെയ്ത് ആ ടോക്ക് അറ്റൻഡ് ചെയ്യാനൊന്ന് എൻകറേജ് ചെയ്യുക. ഒരുപാട് ഹെൽപ്ഫുൾ ആകാം. ഹലോ മാഡം. പറയൂ. മാഡം, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 62 ദിവസമായി. പക്ഷെ എനിക്ക് ഒരു 44 ദിവസം വരെ ഇതുണ്ടായിരുന്നു, ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഡെലിവറിൻ്റെ. കഴിഞ്ഞ പിന്നെ എനിക്കൊരു 8 ദിവസം കഴിഞ്ഞപ്പോൾ പീരീഡ്സ് ആയി. അപ്പോൾ അത് നല്ല ബ്ലീഡിങ് ഉണ്ട്. ഏകദേശം ഒരു 13 ദിവസത്തോളം ആയിട്ടുണ്ട് ഇപ്പം. സാധാരണ പീരിയഡ്സ് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1 year പീരിയഡ്സ് ഇറഗുലർ ആയിരിക്കും. ആദ്യത്തെ 3-4 മാസം ഭയങ്കര ഇറഗുലർ ബ്ലീഡിങ് ഉണ്ടാകും. പക്ഷെ ഹെവി ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഡോക്ടറെ കണ്ടിട്ട് അതിന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പോൾ താങ്ക് യു എവരി വൺ. ശരി. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മുടെ ടോക്ക് ഈ സേഫ് മദർഹുഡിൽ ഇന്ന് നമ്മുടെ ടോക്ക് ഇസ് അബൌട്ട് പോസ്റ്റ്നേറ്റൽ കെയർ, അതായത് പ്രസവാനന്തര രക്ഷ. പ്രസവാനന്തര രക്ഷയിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സാധാരണ പ്രസവം കഴിഞ്ഞാൽ അത് നോർമൽ ഡെലിവറി ആവട്ടെ സിസേറിയൻ ആവട്ടെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും. കാരണം ഡോക്ടർ പറയുന്നതൊന്ന്, വീട്ടുകാർ പറയുന്നതൊന്ന്, ഇതിൽ എന്ത് പാലിക്കണം എന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. പൊതുവെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇന്നത്തെ ടോക്കില് ഞാൻ പ്രധാനമായിട്ടും സംസാരിക്കുന്നുണ്ടാവുക ഒന്ന് മുലയൂട്ടൽ, അതായത് ലാക്ടേഷനെ പറ്റിയിട്ട്, ശരിയായ രീതിയിൽ എങ്ങനെയാണ് കുഞ്ഞിന് പാല് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മള് ഡെലിവറി കഴിഞ്ഞിട്ട് താഴെയുള്ള മുറിവ്, സുഖപ്രസവത്തിന് യോനി ഭാഗത്തുള്ള മുറിവ്, അതേപോലെ സിസേറിയന്റെ തുന്ന് നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം.
അതേപോലെ തന്നെ ഡയറ്റ് എങ്ങനെയാണ്, ഭക്ഷണ രീതിയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, മരുന്നുകൾ എന്തൊക്കെ തരത്തിലുള്ള മരുന്നുകൾ എടുക്കാം ആ സമയത്ത്, പിന്നീട് എക്സസൈസുകൾ എന്തൊക്കെ എക്സസൈസുകൾ ചെയ്യണം, ഗർഭനിരോധന മാർഗങ്ങൾ എന്തൊക്കെയാണ്, എപ്പോൾ തൊട്ട് ഉപയോഗിച്ചു തുടങ്ങാം. പിന്നീട് ഒരുപാട് പേർക്ക് സാധാരണ ആദ്യത്തെ ഒരു കൊല്ലം ഒരുപാട് ബ്ലീഡിങ്ങും പ്രശ്നങ്ങളും, മെൻസസ് എപ്പോൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യും എന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിനെ പറ്റിയും ഞാനിന്ന് സംസാരിക്കുന്നതായിരിക്കും. അപ്പോ ഇന്ന് നമുക്ക് ആദ്യമായിട്ട് മുലയൂട്ടലിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, രോഹിത് സ്ക്രീൻ ഷെയർ. ഡിസേബിൾഡ്. അപ്പോ മുലയൂട്ടത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ 5 ദിവസം പലവർക്കും പാല് വളരെ കുറവായിരിക്കും. അപ്പോ അത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ ഈ സമയത്ത് പാല് ഉണ്ടാവുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നല്ലവണ്ണം വെള്ളം കുടിക്കുക. പിന്നീട് ലാക്ടേഷൻ റിഫ്ലെക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ മെയിനായിട്ടും എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും കുഞ്ഞിനെ മുലയൂട്ടേണ്ടതാണ്. നമ്മൾ എന്തൊക്കെ മരുന്ന് കഴിച്ചാലും എന്തൊക്കെ ചെയ്താലും പാലുണ്ടാകണമെങ്കിൽ കുട്ടി സക്ക് ചെയ്യണം. അതായത് കുഞ്ഞ് പാല് വലിച്ചു കുടിക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതും അപ്പോഴാണ് ആ ലാക്ടേഷൻ റിഫ്ലെക്സ് കംപ്ലീറ്റ് ആകുന്നതും. അപ്പോൾ എല്ലാ 2 മണിക്കൂർ, അത് രാത്രി അടക്കം ഈ 2 മണിക്കൂർ ഇടവിട്ട് എഴുന്നേറ്റ് കുഞ്ഞിന് പാല് കൊടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി പറഞ്ഞു തരാം. അപ്പോ ഇത് കാണാം. ശരിയായി ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ട രീതി എന്താണ്? ഒരുപാട് പേർക്ക് സാധാരണ ആദ്യത്തെ ഒരു 5 ദിവസങ്ങളിൽ ക്രാക്ക് നിപ്പിള്, അതായത് മുലക്കണ്ണ് വിണ്ടു പൊട്ടിയിട്ട് ഒരുപാട് വേദന ഉണ്ടാവാറുണ്ട്. അത് പലപ്പോഴും ക്രാക്ക് നിപ്പിളിന്റെ മെയിൻ കാരണം അത് ഫീഡ് ചെയ്യുന്ന രീതി കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അതായത് നിപ്പിളിന്റെ ഭാഗം മാത്രം കുഞ്ഞിന്റെ വായിൽ പോകാതെ നിപ്പിളിന്റെ ചുറ്റുമുള്ള കറുത്ത ഏരിയോള നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിനകത്ത് നിപ്പിള് കൂടാതെ സ്തനമണ്ഡലം എന്ന് പറയുന്ന ഭാഗം, ഈ ഏരിയോള കൂടി കുഞ്ഞിന്റെ വായിലേക്ക് പോകണം. അപ്പോഴാണ് കുട്ടിക്കും നല്ല രീതിയിൽ പാല് സക്ക് ചെയ്ത് കുട്ടിയുടെ വായിലേക്ക് ശരിയായ രീതിയിൽ അത് സക്ക് ചെയ്യാനും കുട്ടിയുടെ ജോ, അതായത് താടിയെല്ല് ശരിക്ക് വളരാനും അത് സഹായിക്കുക. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനമാണ്. മുലയൂട്ടുമ്പോൾ അമ്മയുടെ പൊസിഷനും വളരെ പ്രധാനമാണ്. അമ്മ വളരെ കംഫർട്ടബിളായി പെയിൻ ഫ്രീ ആയിട്ട് മുലയൂട്ടിയാൽ മാത്രമേ പാല് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ പാല് ചുരത്തുകയുള്ളൂ. അപ്പോൾ അമ്മ ചാരിയിരുന്ന് ബാക്ക് സപ്പോർട്ടോട് കൂടി ഇരിക്കണം. ഒരിക്കലും മുന്നോട്ട് ആഞ്ഞിരുന്ന് ഫീഡ് ചെയ്യാതെ ബാക്ക് ചാരി, കസേരയിൽ ചാരി, മടിയിൽ തലോണ വെച്ച് ബെൻഡ് ചെയ്യാതെ ചാരിയിരുന്ന് കംഫർട്ടബിൾ ആയിട്ട് ഫീഡ് ചെയ്യണം. ബെൻഡ് ചെയ്ത് ഫീഡ് ചെയ്യുമ്പോൾ ബാക്ക് പെയിനിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ചാരി ഇരുന്ന് ഫീഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മടിയിൽ പില്ലോ വെക്കാൻ പറയുന്നത്. ക്രാക്ക് നിപ്പിളോ പെയിനോ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്, കുഞ്ഞ് ഒരു സൈഡ് പാല് കുടിച്ചതിന് ശേഷം ആ ബാക്കി വരുന്ന പാല് തന്നെ അതിൻ്റെ മുകളിൽ സ്മിയർ ചെയ്തിട്ട്, പലതരത്തിലുള്ള ഓയിൻമെന്റുകൾ അവൈലബിൾ ആണ് നമുക്ക്. നിപ്പ് കെയർ, നിപ്പ് അസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഓയിൻമെന്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ടൈം മറ്റേ സൈഡ് ബ്രസ്റ്റ് ഫീഡ് ചെയ്ത്, ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഓയിൻമെന്റ് അപ്ലൈ ചെയ്ത ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ആ ഓയിൻമെന്റ് തുടച്ച് കളയേണ്ട ആവശ്യമില്ല. കാരണം അത് അബ്സല്യൂട്ട്ലി സേഫ് ആണ്. കുഞ്ഞിന്റെ വായിൽ പോയാലും കുഴപ്പമില്ലാത്തതാണ്. ഇതിലും പെയിൻ കുറയുന്നില്ലെങ്കിൽ പിന്നീട് ചെയ്യേണ്ടത് സിലിക്കോൺ നിപ്പിൾ ഷീൽഡ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ അത് എഴുതി തരുന്നതാണ്. സിലിക്കോൺ നിപ്പിൾ ഷീൽഡ് നിപ്പിളിന്റെ മുകളിൽ വെച്ച് സക്ക് ചെയ്യുമ്പോൾ അതൊരു ആവരണം പോലെ അതിന്റെ മുകളിൽ ഫോം ചെയ്തിട്ട് കുഞ്ഞ് ഡയറക്റ്റ്ലി ഈ സിലിക്കോൺ നിപ്പിൾ ഷീൽഡിന്റെ മുകളിലാണ് സക്ക് ചെയ്യുക. അപ്പോൾ ഒരാഴ്ച
നിപ്പിൾ ഷീൽഡ് ഉപയോഗിച്ച് ആ മുറിവ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം തിരിച്ച് ഫീഡിങ് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ 5 ദിവസം എല്ലാവർക്കും വേദന ഉണ്ടാകും. അത് ആ സ്കിന്ന് പീൽ ചെയ്ത് ഫ്രഷ് സ്കിൻ വരുന്നത് വരെ കുറച്ച് പെയിൻ ഉണ്ടാവും. അപ്പോൾ പാല് കുടിച്ചു തുടങ്ങുന്ന സമയത്ത് മാത്രം ആയിരിക്കും വേദന. അത് കഴിയുമ്പോഴേക്കും അത് ശരിയാവും. പിന്നെ ഫീഡ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് ഒരു ബ്രസ്റ്റ് ഫുൾ എംറ്റി ചെയ്ത് അടുത്ത ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ പറയുക 2 ബ്രസ്റ്റും ഒരുമിച്ച് ഫീഡ് ചെയ്യാം. അതായത് ഒരു ബ്രസ്റ്റ് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഫീഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഉടനെ തന്നെ മറ്റേ ബ്രസ്റ്റും ഫീഡ് ചെയ്യുക. കാരണം ചിലപ്പോൾ ഒരു ബ്രസ്റ്റിലെ മിൽക്ക് എംറ്റി ആയിട്ടും ബേബി അവിടെ സക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് എയർ കുട്ടിയുടെ വയറിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് അത് വയറുവേദനയ്ക്കൊരു കാരണമാകാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഈ 10-15 മിനിറ്റ് ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ്ലി എംറ്റി ചെയ്യണം എന്ന് പറയുന്നത് 4 മിൽക്ക് ആൻഡ് ഹൈൻ മിൽക്ക് രണ്ടും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 4 മിൽക്ക് എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ് കുട്ടിയുടെ ദാഹം മാറാൻ ആദ്യം വരുന്ന പാല്. ഹൈൻ മിൽക്ക് എന്ന് പറയുന്നത് കട്ടി കൂടിയ കുട്ടിയുടെ വിശപ്പ് മാറാനുള്ള പാലാണ് ഹൈൻ മിൽക്ക്. അത് ശരിയായ രീതിയിൽ കിട്ടിയാൽ മാത്രമേ കുട്ടിക്ക് തൂക്കം വെക്കുകയുള്ളൂ. അപ്പോൾ ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ്ലി എംറ്റി ആയി എന്ന് തൊട്ട് നോക്കി അത് സോഫ്റ്റ് ആയി എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം അടുത്ത ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ആ ഭാഗം ഒന്ന് ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ട് വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഓയിൻമെന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുടച്ച് കളയേണ്ട ആവശ്യമില്ല. കറക്റ്റ് ഫിറ്റിംഗ് ബ്രാ സൈസ് ഉപയോഗിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് ഹാങ് ചെയ്ത് നിൽക്കുന്ന ബ്രസ്റ്റ് ആണെങ്കിൽ അതിൽ പാല് ഒരു പെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ഫീഡ് ചെയ്യണം. ഓക്കെ. സോ മുലക്കണ്ണ് വിണ്ട് കയറുന്നതിന് ആ ലാസ്റ്റ് വരുന്ന ഹൈൻ മിൽക്ക് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ്. എപ്പോഴും കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം അത് ഗ്യാസ് തട്ടിക്കളയേണ്ടത്, അതായത് ബേപ്പ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. എല്ലാവരും സാധാരണ ചെയ്യാറ് കുഞ്ഞിനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കാനുള്ളൊരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും. അതൊരിക്കലും ചെയ്യരുത്. കാരണം ബേബീനെ ഷേക്ക് ചെയ്യുന്നത് ബേബിക്ക് നല്ലതല്ല. അപ്പോൾ എപ്പോ പാല് കുടിച്ചു കഴിഞ്ഞാലും കുഞ്ഞ് കരയുമ്പോഴും ഒക്കെ കുഞ്ഞിനെ ഈ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് വയറമരുമ്പോൾ എപ്പോഴും കുഞ്ഞ് ചിലപ്പോൾ വിശന്നിട്ടായിരിക്കില്ല കരയുന്നത്. ഗ്യാസ് നിറഞ്ഞിട്ട് വയറ് വേദനിച്ച് കരയുമ്പോഴും ഈ പൊസിഷൻ ബേബിക്ക് വളരെ സൂതിങ് ആണ്. അവർ പെട്ടെന്ന് കരച്ചിൽ നിർത്തുന്ന ഒരു പൊസിഷനാണ്. അപ്പൊ ബേപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. തോളിലേക്ക് പൊക്കി വെച്ച് കിടത്തിയിട്ട് കുഞ്ഞിന്റെ വയറ് മാറിനോട് അമരണം. വയറമർന്നാൽ മാത്രമേ ആ ഗ്യാസ് റിലീസ്ഡ് ആവുള്ളൂ. ആ ഗ്യാസ് റിലീസ് ആകുന്നത് വരെ നിങ്ങൾ ഒരിക്കലും കൈ ഇങ്ങനെ ഫ്ലാറ്റ് ആക്കിയിട്ട് ഇങ്ങനെ തട്ടാതെ കൈ കുമ്പിളാക്കിയിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കാനും ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ കാലിന്റെ മുകളിൽ കമിഴ്ത്തി കിടത്തി ഫീഡ് ചെയ്യാം. അതല്ലെങ്കിൽ കിടക്കയുടെ മുകളിൽ പില്ലോ വെച്ചിട്ട് കുട്ടിയുടെ നെഞ്ചും വയറും കൂടി അതിന്റെ മുകളിലേക്ക് കയറ്റി വെച്ച് തല ഒരു സൈഡിലേക്ക് ചെരിച്ചു വെച്ചു നിങ്ങൾക്ക് ബേർപ്പിംഗ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് അതാണ് ഇത്രയും കാര്യങ്ങളാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം, വേറെ ഒന്നും കുഞ്ഞിന് കൊടുക്കാൻ പാടില്ല. അത് തന്നെയാണ് കുഞ്ഞിന് കിട്ടേണ്ട അമൃത്. അതല്ലാതെ വെള്ളം വേറെ ഒന്നും പാടില്ല. 6 മാസം തൊട്ട് മാത്രം മറ്റ് ഭക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. കുഞ്ഞിന് അലർജി, ദഹന സംബന്ധമായ അസുഖങ്ങൾ, വേണ്ട രീതിയിൽ തൂക്കം വയ്ക്കാൻ ഒക്കെ മുലപ്പാൽ ധാരാളമാണ്. കഴിയുമെങ്കിൽ 2 വയസ്സ് വരെ കുഞ്ഞിനെ മുലയൂട്ടാനും ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് സ്റ്റിച്ച് അല്ലെങ്കിൽ മുറിവിനെ നമ്മൾ കെയർ ചെയ്യേണ്ടത്? സുഖപ്രസവം കഴിഞ്ഞ ആൾക്കാർക്ക് സാധാരണ യോനി മുഖത്ത് കുഞ്ഞിന്റെ ഹെഡ് വരുന്നതിന് ഒരു സ്ഥലം ആവശ്യം ആയിട്ടുള്ള സ്ഥലം ഇല്ലെങ്കിൽ ചെറിയൊരു മുറിവ് ഉണ്ടാക്കാറുണ്ട്. അതാണ് എപ്പിസിയോട്ടമി. ഈ എപ്പിസിയോട്ടമി മുറിവും സിസേറിയൻ കഴിഞ്ഞവർക്ക് വയറിന്റെ താഴത്തെ ഭാഗത്തായിട്ടുള്ള മുറിവും എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്? ഈ എപ്പിസിയോട്ടമി അതായത് യോനി ഭാഗത്തുള്ള മുറിവ് സിസേറിയന്റെ മുറിവിനെക്കാളും ചിലവർക്ക് പെയിൻഫുൾ ആയി തോന്നാറുണ്ട്.
അത് കാരണം അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയിലായതുകൊണ്ടാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഏരിയ ഓരോ തവണ നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോഴോ യൂറിൻ പാസ് ചെയ്യുമ്പോഴോ വെള്ളം കൊണ്ട് വൃത്തിയായി വെള്ളം ഹെൽത്ത് ഫോസറ്റ് ഉപയോഗിച്ച് ഫോഴ്സിൽ വെള്ളം ഒഴിച്ച് കഴുകാവുന്നതാണ്. എപ്പോഴും ചൂടുവെള്ളം ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. കുളിക്കുന്ന സമയത്ത് ഇളം ചൂടുവെള്ളം ഉപയോഗിക്കാം. ഒരുപാട് ചൂടുള്ള വെള്ളം കോരി ഒഴിക്കുന്നത് ചിലവർക്ക് അത് സ്റ്റിച്ച് പൊട്ടാൻ ഒരു കാരണം. അതേപോലെ തന്നെ വയറ്റിന്ന് പോയി കഴിഞ്ഞാൽ, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും മലദ്വാരവും അതിന്റെ ചുറ്റുമുള്ള ഭാഗം സോപ്പിട്ട് കഴുകാനും ശ്രദ്ധിക്കണം. കാരണം ഈ സ്റ്റിച്ചിന്റെ തൊട്ടടുത്താണ് പലപ്പോഴും മലദ്വാരം. അപ്പൊ അത് കാരണം ഈ മലത്തിന്റെ അംശങ്ങൾ എന്തെങ്കിലും സ്റ്റിച്ചിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് പഴുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പോൾ വെള്ളം ഉപയോഗിച്ച് ഫോഴ്സിൽ കഴുകിയതിന് ശേഷം സോപ്പോ ലിക്വിഡ് സോപ്പോ ഇട്ട് ആ മലദ്വാരത്തിന്റെ ഭാഗം കയ്യ് പുറകു വശത്തു കൂടെ ആക്കിയിട്ട് വേണം, മുൻഭാഗത്തു കൂടെ അല്ല, പുറകു ഭാഗത്തു കൂടെ ആക്കിയിട്ട് വേണം ആ സ്റ്റിച്ചിന്റെ ഏരിയ കഴുകാൻ. പിന്നീട് ചെയ്യാവുന്ന ഒരു കാര്യം സിക്സ് ബാത്ത്, അതായത് വലിയ ബേസിനിൽ ഇളം ചൂടുവെള്ളം ആക്കിയിട്ട് അതിനകത്ത് ബീറ്റാഡിൻ സൊല്യൂഷനോ കല്ലുപ്പോ ഇട്ടിട്ട് നിങ്ങൾക്ക് പെയിൻ കുറയാൻ വേണ്ടി അതിനകത്ത് ഇരിക്കുന്നതും നല്ലതാണ്. പിന്നീട് ഇൻഫ്രാറെഡ് ലൈറ്റ് അത് തട്ടിക്കുന്നതും ഹെൽപ്ഫുൾ ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ്. അധികം സ്ഥലത്തും അത് തന്നെ വീണു പോകുന്ന സ്റ്റിച്ചുകളാണ്. ക്രമാതീതമായ വേദനയോ അല്ലെങ്കിൽ അസഹ്യമായ നീറ്റലോ ഉണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറെ കണ്ട് സ്റ്റിച്ചിന് ഇൻഫെക്ഷൻ ഇല്ലല്ലോ എന്ന് ഉറപ്പുവരുത്തുക. ആദ്യത്തെ 5-6 ദിവസം പ്രസവം കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ ചെറിയൊരു ചൂട് അനുഭവപ്പെടുക സാധാരണയാണ്. മാറിൽ പാലിറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ചൂടുണ്ടാകാം. പക്ഷെ പനിയോ അവിടെ ആ ഭാഗത്ത് ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇനി സിസേറിയന്റെ വൂണ്ട് എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സിസേറിയൻ വൂണ്ട് അതും അധികം സ്ഥലത്തും ഇപ്പോൾ തന്നെ വലിഞ്ഞു പോകുന്ന സ്റ്റിച്ചുകളാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ആദ്യത്തെ ഒരു 5 ദിവസം നമ്മൾ സിസേറിയന്റെ സ്റ്റിച്ചിന്റെ മുകളിൽ ചിലപ്പോൾ 3 മുതൽ 5 ദിവസം വരെ പ്ലാസ്റ്റർ ഒട്ടിച്ച് എന്നിട്ട് അത് വെച്ചാണ് കുളിക്കാൻ പറയാറ്. അപ്പൊ സാധാരണ കുളിക്കുന്ന പോലെ കുളിച്ച് കുളി കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്റർ നീക്കം ചെയ്ത് മരുന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് 2 ദിവസത്തിന് ശേഷം പ്ലാസ്റ്ററിന്റെ ആവശ്യമില്ല. പക്ഷെ കുളിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു തോർത്ത് ഉപയോഗിച്ച് ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഒരു തോർത്ത് സ്റ്റിച്ചിന്റെ മുകളിൽ കെട്ടി എന്നിട്ട് കുളിക്കുന്നത് നല്ലതാണ്. കാരണം ഈ ശരീരത്തിൽ മൊത്തമുള്ള വേർപ്പ് ആ സ്റ്റിച്ചിന്റെ മുകളിൽ ആകാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. കുളി കഴിഞ്ഞ ഉടനെ ഡ്രൈ ആയിട്ടുള്ള ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയ ഡ്രൈ ആയിട്ടുള്ള ഒരു ടവൽ ഉപയോഗിച്ച് സ്റ്റിച്ചിന്റെ ഭാഗം ഒപ്പി ഡ്രൈ ആക്കുക. ഒരിക്കലും സ്റ്റിച്ചിന്റെ ഭാഗം സോപ്പ് ഇട്ട് പതപ്പിച്ച് കഴുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി കൊണ്ട് വൈപ്പ് ചെയ്ത് അതിന്റെ മുകളിൽ ഓയിൻമെന്റ് അപ്ലൈ ചെയ്യുക. അതേപോലെ അതിന് ഹിപ്സ്റ്റർ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ മെറ്റേണിറ്റി പാൻറ്റീസ് അല്ലെങ്കിൽ ഹൈയപ്പ് ആയിട്ടുള്ള പാൻറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ അടിവസ്ത്രങ്ങളുടെ ഇലാസ്റ്റിക് ആ സ്റ്റിച്ചിന്റെ മുകളിൽ വരാതെ വയറിന്റെ മുകൾ ഭാഗത്തേക്കും കൂടെ സപ്പോർട്ട് കിട്ടുന്ന മെറ്റേണിറ്റി പാൻറ്റീസ് ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഏകദേശം ഒരു 1-2 ആഴ്ച ഓയിൻമെന്റ് അപ്ലൈ ചെയ്യുന്നത് ധാരാളമായിരിക്കും. സ്റ്റിച്ചിന്റെ ചുറ്റും ചെറിയ കല്ലിപ്പ് ഉണ്ടാകുന്നത്, സൈഡുകളിൽ വേദന ഉണ്ടാകുന്നത്, എണീക്കുമ്പോഴും കിടക്കുമ്പോഴും പെയിൻ ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ്. സ്റ്റിച്ചിൽ നിന്നും നീരൊലിക്കുകയോ അസഹ്യമായ വേദന ഉണ്ടാവുകയോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. പിന്നീട് പണ്ടത്തെ കാലത്ത് സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന നൂല് വളരെ കട്ടി കുറഞ്ഞ നൂലാണ്. അപ്പോൾ അന്ന് സിസേറിയൻ കഴിഞ്ഞാൽ 2 ആഴ്ച നിർബന്ധമായും ബെഡ് റെസ്റ്റ് പറയുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന നൂലുകൾ ഏകദേശം 3 മുതൽ 6 മാസം വരെ നിൽക്കുന്ന അത്രയും ശക്തിയുള്ള നൂലുകളാണ്. അതുകൊണ്ട് കഴിയുന്നത്രയും നമ്മൾ സിസേറിയൻ കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ നമ്മൾ നടക്കാനാണ് നമ്മൾ പറയുക. എന്തിനാണ് നമ്മൾ ഈ നടക്കാൻ പറയുന്നത്? കാരണം പലപ്പോഴും സിസേറിയൻ കഴിഞ്ഞവർക്ക് അടുത്തൊരു സിസേറിയൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ വരുമ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗർഭപാത്രവും ഗർഭപാത്രത്തിന്റെ മുകളിൽ വയറിന്റെ സ്കിന്നും തമ്മിൽ
പലപ്പോഴും ഒട്ടുക, അല്ലെങ്കിൽ മൂത്രസഞ്ചി ഒട്ടിപ്പോവുക, ആമാശയം ഒട്ടിപ്പോവുക, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഈ വയറിന്റെ സ്കിന്ന് ഇളകുന്നതിന് ഒരു കാരണമാവും. അതുകൊണ്ട് ഈ ഒട്ടിപ്പിടുത്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. ഒരുപാട് റെസ്റ്റ് എടുക്കുന്നവർക്ക് ഈ യൂട്രസും സ്കിന്നും തമ്മിൽ ഒട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സ്കിന്നിലേക്കുള്ള രക്തോട്ടവും യൂട്രസ് നടക്കേണ്ടത് വളരെ ആവശ്യമാണ്. നടത്തവും റെസ്റ്റും രണ്ടും ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. യൂഷ്വലി ഞാൻ പേഷ്യൻസിനോട് പറയാറ് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഓരോ തവണ യൂറിൻ പാസ് ചെയ്യാൻ എണീക്കുന്ന സമയത്ത് കുറച്ചു നേരം നടക്കുക, എന്നിട്ട് പോയി കിടക്കുക. അപ്പോൾ കാലിലേക്കുള്ള രക്തോട്ടം മെച്ചപ്പെടുന്നതിനും മസിൽസ് എല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും ഇത് വളരെ പ്രധാനമാണ്. നോർമൽ ഡെലിവറി കഴിഞ്ഞവരായാലും സിസേറിയൻ കഴിഞ്ഞവരായാലും അത്യാവശ്യം നടക്കേണ്ടതും നല്ലവണ്ണം 10 തൊട്ട് 15 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കേണ്ടതും വളരെ ആവശ്യമാണ്. പ്രസവം കഴിഞ്ഞവർക്ക് കാലിൽ, ശരീരത്തിൽ, തലച്ചോറിലൊക്കെ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഒഴിവാക്കണമെങ്കിലും ഈ ഫിസിക്കൽ എക്സസൈസ് വളരെ പ്രധാനമാണ്. പലർക്കും സ്റ്റിച്ച് പൊട്ടുമോ എന്ന പേടി കാരണം പലരും ഇത് ചെയ്യാറില്ല. അതേപോലെ തന്നെ പെയിൻ, സിസേറിയന്റെ പെയിന് ഏറ്റവും അധികം കുറഞ്ഞിരിക്കുക നമ്മൾ എത്രത്തോളം പെട്ടെന്ന് നടക്കുന്നോ അത്രയും. നേരത്തെ നടക്കുന്നവരിൽ പെയിന് വളരെ കുറവായിരിക്കും. കൂടുതൽ റെസ്റ്റ് എടുക്കുന്നവരിലാണ് പലപ്പോഴും പെയിനൊക്കെ വളരെ കൂടുതലായിട്ട് നമ്മൾ കാണാറ്. അപ്പൊ ഇത്രയാണ് സ്റ്റിച്ച്, ഡെലിവറിയുടെ സ്റ്റിച്ചും സിസേറിയന്റെ സ്റ്റിച്ച് കെയർ ചെയ്യുന്നതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ഭക്ഷണ രീതി. എന്തൊക്കെയാണ് ഭക്ഷണ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണ രീതിയിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രധാനമായും ഭക്ഷണത്തിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതായത് നമ്മുടെ പ്രസവരക്ഷ എന്ന് പറയുന്നത് പ്രസവം കഴിഞ്ഞ് ഒരു 6 ആഴ്ച അല്ലെങ്കിൽ 2 മുതൽ 3 മാസം വരെ അങ്ങേയറ്റം കൊഴുപ്പുള്ള ഭക്ഷണം, ഒരുപാട് കാലറി അടങ്ങിയ ഭക്ഷണം സ്ത്രീകൾക്ക് കൊടുക്കുന്നത് സ്വാഭാവികമായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് സ്ത്രീകൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നവരും വീട്ടിലെ എല്ലാ ജോലികളും ഇന്നത്തെ അത്യാധുനികമായ ഗാഡ്ജറ്റ്സോ മിക്സിയോ ഇതൊന്നുമില്ലാതെ വീട്ടുജോലികൾ ചെയ്യുന്ന സ്ത്രീകളായിരുന്നു. അപ്പോൾ ആ സ്ത്രീകൾക്ക് ആകെ റെസ്റ്റ് കിട്ടുന്ന ഒരു കാലം ഈ പ്രസവം കഴിഞ്ഞ് കിടക്കുന്ന ഒരു സമയം മാത്രമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരുടെ ആരോഗ്യം വീണ്ടെടുത്തില്ലെങ്കിൽ പിന്നീട് ഇവര് വളരെ നേരത്തെ ജോലികൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും പെട്ടെന്ന് ശരീരം ക്ഷീണിക്കാനും ഒക്കെ ഒരു കാരണമാവും. അപ്പോൾ അടുത്ത ഒരു കൊല്ലത്തേക്ക് കുഞ്ഞിന് മുലയൂട്ടാൻ വേണ്ടി അമ്മയ്ക്ക് ശരീരത്തിൽ വേണ്ട ഊർജം മുഴുവൻ സംഭരിക്കാൻ, ഫാറ്റ് ഇതെല്ലാം ആവശ്യത്തിന് സംഭരിക്കാൻ വേണ്ട രീതിയിലുള്ള ഒരു വളരെയധികം ഹൈ കാലറി ആയിട്ടുള്ള ഫുഡായിരുന്നു അന്നത്തെ പ്രസവരക്ഷയിൽ. അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ആകെ റെസ്റ്റ് കിട്ടിയിരുന്ന ഒരു കാലം എന്ന് പറയുന്നത് പ്രസവശേഷവും ആർത്തവത്തിന്റെ സമയത്തുമാണ്. അപ്പോൾ അവരുടെ ഭക്ഷണത്തിൽ നെയ്യ്, ഒരുപാട് ചോറ് ഇതെല്ലാം വളരെ സാധാരണയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താണ് അവസ്ഥ? നമ്മുടെ സ്ത്രീകൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. നമുക്ക് എല്ലാ കിച്ചൺ ഗാഡ്ജറ്റ്സും അവൈലബിൾ ആണ്. മിക്സി, സ്റ്റീം, മോപ്പ്, അത് എല്ലാത്തിനും ഈവൻ തുടയ്ക്കാൻ പോലും കുനിയേണ്ട ആവശ്യം പോലും വരുന്നില്ല. അങ്ങനെയുള്ള അപ്പോൾ പലവരും പ്രഗ്നൻസിയിൽ തന്നെ ഓവർ വെയിറ്റ് ആണ്. ആ ഓവർ വെയിറ്റ് ആയ പ്രഗ്നൻസിയിൽ അവർ ഡെലിവറിയും കൂടെ കഴിയുമ്പോൾ അവര് വളരെയധികം ഓവർ വെയിറ്റ് ആണ്. അതിൻ്റെ കൂടെ ഒരുപാട് ഹൈ കാലറി ആയിട്ടുള്ള മധുരം, നെയ്യ്, ഒരുപാട് ചോറ് ഇതെല്ലാം അടങ്ങിയ പ്രസവരക്ഷയുടെ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി അവർക്ക് വേണ്ട വെയിറ്റിനെക്കാളും ഏകദേശം ഒരു 15 മുതൽ 20 കിലോ വരെ വെയിറ്റ് പ്രസവം കഴിഞ്ഞ് ഒരു കൊല്ലത്തിനുള്ളിൽ സ്ത്രീകൾ കൂടുന്നു. പലപ്പോഴും വെയിറ്റ് കൂടാതെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എന്തേ വെയിറ്റ് കൂടിയില്ല പ്രസവരക്ഷ കഴിഞ്ഞിട്ട് എന്നൊരു സാധാരണ ചോദ്യം പോലും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ശരിയല്ലേ? അപ്പോ നമ്മൾ പ്രത്യേകം ഓർക്കുക, ഈ തടി നമ്മൾ ഇപ്പോൾ ആ സമയത്ത് വെക്കുന്ന അമിതവണ്ണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്.
പിന്നീട് നടുവേദന, മുട്ടുവേദന, ബ്ലീഡിങ്ങിന്റെ പ്രശ്നങ്ങൾ, PCOD, ഇതെല്ലാം ഈ അമിതവണ്ണം കാരണം പിന്നീട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാലഘട്ടത്തിന് പ്രസക്തമായ പ്രസവരക്ഷ എന്താണ്? വളരെ ഹൈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, അതായത് കുഞ്ഞിന് പാലൂട്ടുന്നതിന് വേണ്ടത് നമ്മൾ കഴിക്കേണ്ടത് ഊർജം, പ്രോട്ടീന്, വിറ്റമിനുകൾ, നാരുകൾ, ഇതെല്ലാം വേണ്ട വിധത്തിൽ അടങ്ങിയ ഭക്ഷണം. അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രസവരക്ഷയിൽ ചോറാണ് ഏറ്റവും അധികം ഉള്ളത്. ചോറിന്റെ അളവ് എപ്പോഴും കുറയ്ക്കുക. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ധാരാളം ഉൾപ്പെടുത്തുക. എണ്ണ, മധുരം, ഇത് കഴിയുന്നത്ര കുറയ്ക്കുന്നത് അമിതവണ്ണം തടയാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പ്രസവരക്ഷയിൽ ഒരുപാട് വെള്ളം കുടിച്ചാൽ വയറ് കൂടാമെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. വെള്ളം കുടിക്കേണ്ടത് നല്ല രീതിയിൽ പാലുണ്ടാകുന്നതിന് വളരെ പ്രധാനമാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ, എല്ലാ ഫ്രൂട്ട്സും എല്ലാം കഴിക്കാവുന്നതാണ്. ആകെ ഒഴിവാക്കേണ്ട ഭക്ഷണം മധുരം, അതേപോലെ അമിതമായിട്ടുള്ള ഫാറ്റും എണ്ണയും അടങ്ങിയ ഭക്ഷണങ്ങളാണ്. പിന്നെ പ്രസവിക്കുന്ന മുലയൂട്ടുന്ന അമ്മമാർക്ക് എപ്പോഴും വിശപ്പ് എപ്പോഴും ഗർഭിണികളെക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അതുകൊണ്ട് കഴിയുന്നതും ബേക്കറി സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങളും കഴിക്കുന്നതും വാങ്ങിച്ചു വെക്കുന്നതും ഒരു പരിധി വരെ കുറയ്ക്കുക. ഇനി മെഡിസിൻ, പ്രസവരക്ഷയുടെ നമ്മൾ പറയാറുണ്ട് ഒരുപാട് നാട്ടുമരുന്നുകളും വൈദ്യങ്ങളൊക്കെ ആയിട്ടുള്ള മരുന്നുകളുണ്ട്. ഇന്നതെല്ലാം നമുക്ക് ഓവർ ദ കൗണ്ടർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. ഇതെല്ലാം എത്രത്തോളം സേഫാണ്? ഇതെല്ലാം നമുക്ക് പണ്ടകാലത്ത് ഇതൊക്കെ വീട്ടിൽ തന്നെ പച്ചമരുന്നുകൾ വെച്ച് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരുന്നതാണ്. ഇന്ന് നമുക്കതെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും പറയാറ് കഴിയുന്നതും ഈ മരുന്നുകൾ പ്രസവം കഴിഞ്ഞ് ഉടനെ തുടങ്ങാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അമ്മമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷെ കുട്ടികൾക്ക്, നവജാത ശിശുക്കൾക്ക് വയറിന് സ്തംഭനം, വയറുവേദന, കരച്ചിൽ, ഇതെല്ലാമായിട്ട് ഉടൻ തന്നെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ അവരുടെ ആമാശയം ഒന്ന് മൂപ്പാകുന്നത് വരെ ഏകദേശം ഒരു 15-20 അല്ലെങ്കിൽ ഒരു മാസം വരെ കഴിയുന്നതും ഇങ്ങനത്തെ മരുന്നുകൾ മാറ്റിവെച്ച് അതുവരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിച്ച് ഒരു മാസമായതിനു ശേഷം മാത്രം നിർബന്ധമാണെങ്കിൽ ഈ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ അത് ഉപേക്ഷിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം മാത്രം തുടരുക. ഇത്രയും കാര്യങ്ങളാണ് ഭക്ഷണത്തിലും മരുന്നിലും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ ഒരു 6 മാസം അയൺ ഗുളികയും കാൽഷ്യം ഗുളികയും കഴിക്കാൻ ശ്രദ്ധിക്കുക. ഗർഭിണിയായിരിക്കുമ്പോൾ വേണ്ട അയൺ ആൻഡ് കാൽഷ്യത്തിനേക്കാളും കൂടുതൽ അയൺ ആൻഡ് കാൽഷ്യം മുലയൂട്ടുന്ന അമ്മമാർക്കാണ് വേണ്ടത്. ഈ അയൺ ആൻഡ് കാൽഷ്യം കഴിക്കാത്തത് പലപ്പോഴും നടുവേദനയ്ക്ക് ഒരു കാരണമാകാം. കുഞ്ഞിന് മുലപ്പാലിൽ കൂടെ ആവശ്യത്തിന് കാൽഷ്യവും അയണും കിട്ടാത്തതിനും ഒരു കാരണമാകാം. അപ്പോൾ ഇതും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഇനി എക്സസൈസുകൾ. എക്സസൈസിന്റെ പ്രാധാന്യം എന്താണ്? ഇനി എക്സസൈസ്, എന്തിനാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്? പ്രധാനമായും എക്സസൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു പ്രസവം ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം. ഈ നടുവിലുള്ള ആ സ്ട്രെയിറ്റ് മസിലും സൈഡിലുള്ള ഈ മസിലുകളും ഒരു പ്രസവം കഴിയുന്നതോടുകൂടി വയറ് വളരുന്ന കുഞ്ഞിന് അത് സ്ട്രെച്ചായി ഡെലിവറി കഴിയുന്നതോടുകൂടി ആ മസിലിന്റെ സ്ട്രെങ്ത് മുഴുവനായി നഷ്ടപ്പെടുന്നു. അതായത് അത് ആ മസിലുകൾ വളരെ ലൂസ് ആകുന്നതിന് ഒരു കാരണമാണ്. പലപ്പോഴും നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ ബാലൻസ് തീരുമാനിക്കുന്നത് നമ്മുടെ വയറിന്റെ മുൻഭാഗത്തുള്ള വയറിന്റെ മസിൽസും നമ്മുടെ നടുവിന്റെ മസിൽസുമാണ്. അപ്പോൾ ഒരു ഡെലിവറി കഴിയുന്നതോടുകൂടി ഈ വയറിന്റെ മസിൽസ് വീക്കാകുമ്പോൾ പിന്നീട് ഈ ജോലി മുഴുവനായും ചെയ്യുന്നത് ഈ നടുവിന്റെ മസിൽസ് ആണ്, അഥവാ ബാക്ക് മസിൽസ് ആണ്. അപ്പോൾ ബാക്ക് മസിൽസ് ഓവർ വർക്ക്ഡ് ആവുമ്പോൾ അത് ബാക്ക് പെയിനിന് ഒരു പ്രധാനപ്പെട്ട കാരണമാകുന്നു. അപ്പോൾ ഒരു സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും ബാക്ക് പെയിൻ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്.
അതിന് സിസേറിയൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അനസ്തീഷ്യ, സ്പൈനൽ അനസ്തീഷ്യ തന്നതുകൊണ്ടോ നട്ടലിൽ സൂചി വെച്ചതുകൊണ്ടോ അല്ല. എല്ലാ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കും നടുവേദന ഉണ്ടാകാം. അത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ നഷ്ടപ്പെട്ട വയറിന്റെ മസിലിന്റെ ടോൺ അല്ലെങ്കിൽ ശക്തി വീണ്ടെടുക്കുക എന്നുള്ളതിൽ കൂടിയാണ്. അപ്പോൾ ഈ പോസ്റ്റ്നേറ്റൽ എക്സസൈസ് കൂടെ നമുക്ക് ഒന്ന് ശരീരത്തിലുള്ള രക്തോട്ടം മെച്ചപ്പെടുത്താം. പിന്നീട് പെൽവിക് ഫ്ലോർ, അതായത് ഇടുപ്പിന്റെ പേശികളുടെ ബലം കൂട്ടുക. എങ്ങനെയാണ് ഒരു പ്രസവം കഴിയുന്നതോടുകൂടി ഒരു സ്ത്രീയുടെ ഇടുപ്പിന്റെ പേശികളുടെ ബലം കുറയും. അതിന്റെ ഭാഗമായിട്ടാണ് പലർക്കും പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം നേരം യൂറിൻ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, മൂത്രം പിടിച്ചു വെക്കാൻ പറ്റില്ല. പണ്ടൊക്കെ രാവിലെ മുതൽ വൈകിട്ട് വരെ ചിലപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റിയിരുന്ന യൂറിൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു ദിവസം പലതവണ, രാത്രി അടക്കം പലതവണ എണീറ്റ് യൂറിൻ പാസ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണിത്? ബ്ലാഡർ മസിൽ, അതായത് മൂത്രസഞ്ചിയുടെ എല്ലാ പേശികളുടെയും മസിൽസ് വീക്ക് ആവുന്നത് കൊണ്ടാണ്. ഈ മസിൽസ് നമ്മൾ ആ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു കൊല്ലത്തിനുള്ളിൽ ആ പേശികളുടെ ആ പവർ അല്ലെങ്കിൽ ശക്തി വീണ്ടെടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് അതേ അവസ്ഥയിൽ തുടരാം. അതുകൊണ്ട് ഇത് ഏകദേശം ഒരു 1 മുതൽ 2 കൊല്ലത്തോളം ഈ പേശികൾക്ക് തിരിച്ച് പൂർവ്വസ്ഥിതിയിലാവാൻ സമയമെടുക്കാം. അതുകൊണ്ടാണ് കഴിയുന്നതും അടുത്ത പ്രസവം 2 കൊല്ലമെങ്കിലും ചുരുങ്ങിയ ഗ്യാപ്പ് നമ്മൾ വിടണം എന്ന് പറയുന്നതിൻ്റെയും കാരണം അതുകൊണ്ടാണ്. അടുപ്പിച്ചടുപ്പിച്ചുള്ള പ്രസവം ഈ പേശികൾ ഒന്നും കൂടെ വീക്കാവാൻ കാരണമാകും. അപ്പോൾ മൂത്രസഞ്ചി താഴുക, യൂട്രസ് താഴുക, ഇതെല്ലാം തടയുന്നതിന് ഈ എക്സസൈസിന് വലിയൊരു റോളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കിന്റെ മസിൽസും സ്ട്രെങ്തൻ ചെയ്ത് ബാക്ക് പെയിൻ തടയാനും ഇത് പ്രധാനമാണ്. അതേപോലെ വയറ് കുറയുന്നതിനും എല്ലാവരുടെയും സങ്കടമാണ്. പ്രസവം കഴിഞ്ഞ് ഒരു 10 ദിവസം ആകുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കും, ഡോക്ടറെ കുഞ്ഞ് പ്രസവിച്ച് പുറത്ത് വന്നില്ലേ, എന്താണ് വയറ് കുറയാത്തത്? ഈ വയറ് ഉണ്ടാകുന്നത് 9 മാസം കൊണ്ട് ഉണ്ടായ വയറ്, സ്ട്രെച്ച്ഡ് ആയിട്ടുണ്ടായ ആ വയറ് കുറയണമെങ്കിൽ അത്ര തന്നെ സമയം നിങ്ങൾ കൊടുത്താലേ ആ മസില് ചുരുങ്ങി പൂർവ്വസ്ഥിതിയിലേക്ക് ആവുള്ളൂ. അത് തന്നെ ഒരിക്കലും ആവുകയുമില്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റും എക്സസൈസിൽ കൂടെ മാത്രമേ അത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇനി പെൽവിക് ഫ്ലോർ എക്സസൈസസ്. എന്താണ് ഈ പെൽവിക് ഫ്ലോർ എക്സസൈസസ്? നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട എക്സസൈസസ് ആണ് പെൽവിക് ഫ്ലോർ എക്സസൈസസ്. അതായത് നിങ്ങൾക്ക് കാണാം, ഈ കാല് മുട്ട് മടക്കി കുത്തി കൈ നീട്ടി വെച്ച് ആദ്യം ഫ്ലാറ്റ് ആയി കിടക്കുക. എന്നിട്ട് ഇടുപ്പ്, ബാക്ക്, ഈ ബാക്കിന്റെ ഭാഗവും ബട്ടക്സിന്റെ ഭാഗവും തുടയുടെ ഭാഗവും ഇത് 3ഉം കൂടി ഒരുമിച്ച് നമ്മൾ മുകളിലേക്ക് പൊക്കിയിട്ട് 10 എണ്ണുന്നത് വരെ ഹോൾഡ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് തന്നെ 10 എണ്ണുന്നത് വരെ ഹോൾഡ് ചെയ്യുക. ആ 10 എണ്ണുന്നത് വരെ അത് ഹോൾഡ് ചെയ്ത് പൊക്കി തന്നെ ഹോൾഡ് ചെയ്യുക. ഇത് ചെയ്യുന്നതിൽ കൂടെ 3 ഗ്രൂപ്പ് മസിലാണ് നിങ്ങൾ ഒരുമിച്ച് എക്സസൈസ് ചെയ്യുന്നത്. ഒന്ന് വയറ്, പിന്നീട് ഈ നിതംബങ്ങൾ, പിന്നീട് തൊട. ഇത്രയും ഈ 3 മസിൽസും, കാല്, ഇത്രയും മസിലുകൾക്ക് ഒരുമിച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒറ്റ എക്സസൈസ് ആണിത്. അപ്പോൾ നിങ്ങൾ പ്രസവം കഴിഞ്ഞ് ഒരു 5-ാമത്തെ 6-ാമത്തെ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാവുന്ന ഒരു എക്സസൈസ് ആണിത്. അപ്പോൾ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? എപ്പോഴും എക്സസൈസുകൾ ചെയ്യുമ്പോൾ കഴിയുന്നതും എംപ്റ്റി സ്റ്റമക്കിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പേ ഇത് ഒരു 10 തവണ ചെയ്യുന്നത് ഒരു വളരെ സേഫ് ആൻഡ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് മെത്തേഡാണ്. അപ്പോൾ ഇത് 10 എണ്ണുന്നത് വരെ ഹോൾഡ് ചെയ്യുക, പിന്നെ പതുക്കെ താഴെ വെക്കുക. എഗെയിൻ ശ്വാസം എടുത്ത് മുകളിലേക്ക് 10 എണ്ണുന്നത് വരെ ഹോൾഡ് ചെയ്യുക. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു എക്സസൈസ് ആണ്, ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ എക്സസൈസ്, പെൽവിക് ഫ്ലോർ എക്സസൈസിന്റെ കൂടെ തന്നെ ചെയ്യാവുന്ന മറ്റൊരു എക്സസൈസ് ആണ് പെൽവിക് ഫ്ലോറിന്റെ ടൈറ്റനിങ്. അതായത് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗം, യോനി ഭാഗം, മലദ്വാരം, ഇത് 3ഉം കൂടി ടൈറ്റ് ആയിട്ട് ഉള്ളിലേക്ക് സ്ക്വീസ് ചെയ്യുക. 5 എണ്ണുന്നത് വരെ സ്ക്വീസ് ചെയ്യുക.
അത് ടൈറ്റായി 5 എണ്ണുന്നത് വരെ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് തന്നെ പതുക്കെ റിലാക്സ് ചെയ്യുക. എഗെയിൻ ആ ഭാഗം ഉള്ളിലേക്ക് നല്ലവണ്ണം ടൈറ്റ് ആക്കുക. സോ ഇത് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സമയം കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയമാണ്. കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ കുഞ്ഞ് പാല് കുടിച്ചു തുടങ്ങി കംഫർട്ടബിൾ ആയതിനു ശേഷം അമ്മ ചാരിയിരുന്ന് കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ തന്നെ ഓരോ തവണ പാല് കുടിക്കുമ്പോഴും ഇതൊരു 10 തവണ ചെയ്യുക. ഇതിന് ചെയ്യാൻ പറ്റുന്ന ഇത് വളരെ മാജിക്കൽ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. കാരണം ഈ സമയത്ത്, അതായത് പ്രസവം കഴിഞ്ഞ ആദ്യത്തെ ഒരു കൊല്ലത്തിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ മൂത്രസഞ്ചി താഴുന്നത്, മലസഞ്ചി താഴുന്നത്, യൂട്രസ് താഴുന്നത്, ബ്ലാഡർ, ചുമയ്ക്കുമ്പോൾ യൂറിൻ പോവുക, ചിരിക്കുമ്പോൾ യൂറിൻ പോവുക, ഇതിൻ്റെ ഒക്കെ സാധ്യത വളരെയധികം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യാനും വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. ആലോചിക്കുമ്പോൾ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. നമ്മൾ ഈ എക്സസൈസുകൾ ചെയ്യാൻ ആകെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു ദിനചര്യയായിട്ട്, നമ്മുടെ ദിനചര്യയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ കൂടെ അത് കപ്പിൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ രാവിലത്തെയും വൈകിട്ടത്തെയും ഫുഡിന്റെ മുമ്പേ ഒരു 10 മിനിറ്റ്സ് 5 or 10 മിനിറ്റ്സ് ഇതിനായിട്ട് മാറ്റി വെക്കുക. അടുത്തതായി ഇനി ഫുട്ട് ആൻഡ് ആംഗിൾ എക്സസൈസ്. അത് പ്രധാനമായും ഡെലിവറിയും ഓപ്പറേഷനും കഴിഞ്ഞവർക്ക് കാലിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, ത്രോംബോ എംബോളിസം, ഇതിൻ്റെ ഒക്കെ സാധ്യത, പ്രത്യേകിച്ച് അമിതവണ്ണമുള്ളവർ, പ്രഷർ ഉള്ളവർ, ഇവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഈ കാൽപാദം ഇടയ്ക്കിടയ്ക്ക് മൂവ് ചെയ്യേണ്ടത്. കാൽപാദം ഫുൾ ഫോഴ്സിൽ താഴേക്ക് ആക്കുക. അതേപോലെ മുഖത്തേക്ക്, സ്വന്തം മുഖത്തേക്ക് നല്ലവണ്ണം മുകളിലേക്ക് മടക്കുക. അതേപോലെ റൊട്ടേറ്ററി മൂവ്മെന്റ്സ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഈ 2 കാലുകളും ഒരു 10 തവണ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് എക്സസൈസ്, സർക്കുലേറ്ററി മൂവ്മെന്റിൽ എക്സസൈസ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും എക്സസൈസ് ആണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. എപ്പോഴും ഡെലിവറി കഴിഞ്ഞാൽ ഒരു ഫിസിയാട്രി കൺസൾട്ടേഷൻ, അതായത് നമ്മളൊരു ഫിസിയാട്രിസ്റ്റിനെ കണ്ട് ഈ എക്സസൈസുകൾ, നമ്മുടെ ഇവിടെ ഡെലിവറി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഫെബിന മാഡം എക്സസൈസസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ എക്സസൈസുകൾ എല്ലാവരും എന്താ പറ്റുക വെച്ചാൽ കുറച്ച് നാൾ ചെയ്യും, ഒരാഴ്ച ചെയ്യും, അത് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കാര്യം നോക്കുന്നതിൽ ഇതെല്ലാം വിട്ടുപോകും. അപ്പോൾ ഒരു ദിനചര്യയായിട്ട് ഇതിനെ കമ്പൈൻ ചെയ്ത് 1 കൊല്ലത്തോളം ഇത് മുടങ്ങാതെ ചെയ്താൽ അത് നമ്മുടെ മാനസികമായും ശാരീരികമായിട്ടുള്ള ഒരു വെൽബീയിങ്ങിന് ഒരുപാട് നല്ലതാണ്. നമ്മൾ യൂഷ്വലി പറയുക, നമ്മുടെ ഹൈറ്റ് എത്രയാണോ, അതായത് നിങ്ങൾ 160 സെന്റിമീറ്റർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പാടുള്ള വണ്ണം എന്ന് പറയുന്നത് 60 കിലോ ആണ്. അപ്പൊ കുഞ്ഞിന് 1 വയസ്സെത്തുമ്പോഴേക്കും നിങ്ങൾ ഈ 60 കിലോയിലേക്ക് തിരിച്ചെത്താൻ ശ്രദ്ധിക്കുക. അതായത് യുവർ ഹൈറ്റ് മൈനസ് 100, 155 സെന്റിമീറ്റർ പൊക്കമുള്ള ഒരാള് 1 കൊല്ലമാകുമ്പോഴേക്കും 55 കിലോയിലേക്ക് തിരിച്ചെത്തണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി എക്സസൈസുകൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഗർഭനിരോധനത്തിനെ പറ്റിയാണ്. ഗർഭനിരോധനത്തിനെ പറ്റിയും പലർക്കും ശരിയായ ഒരു ധാരണയില്ലാത്തതിനാൽ വളരെ സാധാരണയായി നമ്മൾ കാണാറ്, കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലം ആകുമ്പോഴേക്കും ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഉപയോഗിക്കാതെ ഗർഭിണിയായി ഒരുപാട് ടെൻഷനോടെ നമ്മുടെ OP-യിൽ വന്ന് ഗർഭഛിദ്രത്തിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഗർഭഛിദ്രം അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അബോർഷൻ, സ്ത്രീകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ കഴിയുന്നതും അൺപ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുക. സാധാരണ സ്ത്രീകളിൽ നിന്നും പ്രസവം കഴിഞ്ഞ 1 കൊല്ലമുള്ള ഒരു സ്ത്രീകൾക്ക് ഉള്ള വ്യത്യാസം എന്താ വെച്ചാൽ, സാധാരണ സ്ത്രീകൾക്ക് പീരിയഡ്സ് റെഗുലർ ആയതുകൊണ്ട് ചിലപ്പോൾ കോൺട്രസെപ്ഷൻ, അതായത് ഗർഭനിരോധനം മാസത്തിൽ ചില ദിവസങ്ങളിൽ, ഓവുലേഷന്റെ ദിവസങ്ങളിൽ ബന്ധപ്പെടുന്നത് ഒഴിവാക്കിയിട്ട് ചെയ്യാൻ സാധാരണ സ്ത്രീകൾക്ക് പറ്റുമെങ്കിൽ പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ചിലപ്പോൾ അത് സാധ്യമാകില്ല. കാരണം ആദ്യത്തെ 1 കൊല്ലത്തോളം പ്രസവം കഴിഞ്ഞാൽ
മുലയൂട്ടുന്ന അമ്മമാർക്ക് മെൻസസ് ക്രമം തെറ്റിയിട്ടായിരിക്കും. അതായത് കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകുന്ന ഒരു അമ്മ 3 മാസമാകുമ്പോഴേക്കും തന്നെ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 3 മാസം കഴിഞ്ഞ് ബന്ധപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഗർഭിണിയാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മുലപ്പാൽ അല്ലാതെ പൊടിപ്പാലോ കുപ്പിപ്പാല് കൊടുക്കുന്ന ഒരു അമ്മയാണെങ്കിൽ 1 മാസമാകുമ്പോൾ തന്നെ ആ സ്ത്രീക്ക് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് വേണമെങ്കിൽ ആ സ്ത്രീ ഗർഭിണിയാകാം ബന്ധപ്പെടുമ്പോൾ. അതുകൊണ്ട് ഇത് എപ്പോഴും ഓർത്തു വെക്കുക. അതുകൊണ്ട് ശരിയായ ഒരു ഗർഭനിരോധന മാർഗം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഇത് ഉപയോഗിക്കാനുള്ള പേടിയും അറിവില്ലായ്മയുമാണ് പ്രധാന കാരണം. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ലാക്ടേഷൻ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഗർഭനിരോധന മാർഗങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും ഏറ്റവും നല്ലതും അധികം ടെൻഷൻ ഇല്ലാത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കോപ്പർ ടീ തന്നെയാണ്. അത് കോപ്പർ ടീ നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരാൾക്ക് 1.5 മാസമാകുമ്പോൾ തന്നെ ഇടാവുന്നതാണ്. സിസേറിയൻ കഴിഞ്ഞവർക്ക് ഒരു 3 മുതൽ 6 മാസം കഴിഞ്ഞ് കോപ്പർ ടീ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം സിസേറിയന്റെ സ്റ്റിച്ച് ഉണങ്ങാൻ ചുരുങ്ങിയതും ഒരു 6 മാസം 3 മുതൽ 6 മാസമെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ നല്ലതാണ്. കോപ്പർ ടീ പലരും കരുതുന്നത് പോലെ ഒരു മോശമായിട്ടുള്ള ഒരു കോൺട്രസെപ്ഷൻ അല്ല. ഒരു കോപ്പർ ടീ ഉപയോഗിക്കുന്ന ഒരു 100 പേരിൽ 1-2 പേർക്ക് ചിലപ്പോൾ കോപ്പർ ടീ ഉപയോഗിക്കുന്ന ആ മാസങ്ങളിൽ ആദ്യത്തെ 2-3 മാസങ്ങളിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് പീരിയഡ്സിനുണ്ടാകാം, അല്ലെങ്കിൽ ക്രാംസ് ഉണ്ടാകാം. അതിന് മരുന്ന് കഴിച്ചാൽ അത് മാറാവുന്നതേ ഉള്ളൂ. കോപ്പർ ടീ ചിലർക്ക് സ്ഥാനം തെറ്റാം. പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ഗർഭനിരോധന മാർഗമാവട്ടെ ഒന്നും 100% ഇഫക്റ്റീവ് അല്ല. അത് പ്രസവം നിർത്തുന്ന ഓപ്പറേഷൻ ആയാലും പുരുഷന്മാർക്കുള്ള വന്ധ്യംകരണ ശസ്ത്രക്രിയ ആയാൽ പോലും ഒന്നും 100% ഇഫക്റ്റീവ് അല്ല. എല്ലാത്തിനും ഒരു 90 to 99% മാത്രമേ ഇഫക്റ്റീവ് ആകുള്ളൂ. അപ്പോൾ നമ്മളൊരു ഗർഭനിരോധന മാർഗം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭമുണ്ടോ എന്ന് സംശയിക്കുന്ന എന്തെങ്കിലും സിംറ്റംസ് തോന്നിയാൽ നിങ്ങൾ എപ്പോഴും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കോപ്പർ ടീ ഉപയോഗിക്കുന്നതാണ്. സുഖപ്രസവം കഴിഞ്ഞ ഒരാൾക്ക് 1.5 മാസമാകുമ്പോൾ തന്നെ ഇടാം. സിസേറിയൻ കഴിഞ്ഞ ഒരാൾക്ക് 3 മുതൽ 6 മാസമാകുമ്പോൾ ഇടാം. കോപ്പർ ടീ വളരെ ചീപ്പായിട്ടുള്ള ഏകദേശം 150 മുതൽ 300 രൂപ മാത്രം വില വരുന്ന ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്. ഇനി ഇതിന്റെ ഒന്നും കൂടിയ ഒരു കൂടിയ വേർഷനാണ് മെറീന എന്ന് പറയും. ഹോർമോൺ കണ്ടെയ്നിങ് ഇൻട്രായൂട്രൈൻ ഡിവൈസ്. PCOD ഉള്ളവർക്കും അമിതവണ്ണമുള്ളവർക്കും യൂട്രസിലെ തടിപ്പ്, മുഴ, ക്രമാതീതമായ ബ്ലീഡിങ് ഇതെല്ലാം ഉള്ളവർക്ക് ഈ മിറീന അല്ലെങ്കിൽ ഈ പ്രൊജസ്ട്രോൺ കണ്ടെയ്നിങ് കോൺട്രസെപ്റ്റീവ് ഡിവൈസ്, അത് പല പേരുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. മെറീന, എമിലി, അങ്ങനെ നമ്മുടെ മാർക്കറ്റിൽ പല പല പേരുകളിൽ അവൈലബിൾ ആണ്. ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് വളരെ സേഫ് ആണ്. യൂട്രൈൻ ക്യാൻസറുകളൊക്കെ തടയാൻ പോലും അതിന് ഹെൽപ്പ് ചെയ്യാം. പക്ഷെ ചിലവർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ചെറിയ ചെറിയ കറ പോലെയുള്ള ബ്ലീഡിങ്ങുകൾ ഇടയിൽ കാണാം. അത് മാത്രമാണ് അത് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്. സാധാരണ കോപ്പർ ടീയെക്കാളും അപേക്ഷിച്ച് ഒന്നും കൂടെ എക്സ്പെൻസീവ് ആണ് ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഡിവൈസ്. ഏകദേശം 2000 മുതൽ 4000 രൂപ വരെ ഇതിന് വിലയുണ്ട്. നമ്മൾ ഈ കോപ്പർ ടീ അല്ലെങ്കിൽ ഈ പ്രൊജസ്ട്രോൺ ഉള്ള ഹോർമോൺ ഡിവൈസ് ഇടുമ്പോൾ 5 കൊല്ലം വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഗർഭനിരോധനം ലഭിക്കാം. ഒരു 2 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യണമെങ്കിൽ OP തന്നെ വന്ന് അത് റിമൂവ് ചെയ്യാവുന്നതുമാണ്. മറ്റൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഗർഭനിരോധന മാർഗമാണ് പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ്. അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല. ഒന്നെങ്കിൽ പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ്, അതല്ലെങ്കിൽ 1 in 3 months എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, ഡിപ്പോ പ്രോവറ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ. എവറി 3 months ആണ് നമ്മൾ ഇത് എടുക്കുക. ഇതും വളരെ സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ ആണ്. ഇത് രണ്ടും മുലപ്പാലിനെ ബാധിക്കാത്ത മെത്തേഡ്സ് ആണ്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ള മറ്റ് പിൽസ് ഇതെല്ലാം മുലപ്പാല് കുറയാൻ ഒരു പരിധി വരെ കാരണമാകാറുണ്ട്. പിന്നെ കോണ്ടം ഉപയോഗിക്കുന്നതും ഒരു നല്ല മെത്തേഡാണ്. പക്ഷെ കോണ്ടം പലപ്പോഴും
ഇഫക്റ്റീവ് ആകണമെന്നില്ല. കാരണം കോണ്ടം സ്ലിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കോണ്ടം പൊട്ടാം. ഇതെല്ലാം പലപ്പോഴും ഫെയിലിയറും ഗർഭധാരണത്തിനും ഒരു കാരണമാകാം. അപ്പോൾ കഴിയുന്നതും 2 കൊല്ലം, ഒരു പ്രസവം കഴിഞ്ഞ് 2 കൊല്ലമെങ്കിലും ചുരുങ്ങിയത് അടുത്ത ഗർഭത്തിന് മുമ്പേ ഒരു ഗ്യാപ്പ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് ഏറ്റവും നല്ല സമയം. നിങ്ങൾ കുഞ്ഞിന്റെ കുത്തിവയ്പ്പിന് പ്രസവം കഴിഞ്ഞ് 1.5 മാസം, 2.5 മാസം, 3.5 മാസത്തെ കുത്തിവയ്പ്പിന് പോകുമ്പോൾ ആ 2.5 മാസത്തെ കുത്തിവയ്പ്പിന്റെ സമയമാകുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് വേണ്ട ഗർഭനിരോധന മാർഗം സ്വീകരിക്കുക. ഇനി അടുത്തതായിട്ട് വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ആദ്യത്തെ ഒരു കൊല്ലത്തെ ബ്ലീഡിങ്ങിന്റെ കംപ്ലൈന്റുകൾ, അല്ലെങ്കിൽ എപ്പോഴാണ് പീരിയഡ്സ് തിരിച്ചു വരിക എന്ന ആശങ്ക. മുലയൂട്ടുന്ന അമ്മമാർക്ക്, ചില അമ്മമാർക്ക് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമേ നൽകുന്നുവെങ്കിൽ കൂടി പലപ്പോഴും 1 മാസം അല്ലെങ്കിൽ 2 മാസം ആകുമ്പോൾ തന്നെ കറക്റ്റായിട്ട് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ ചിലവർക്കാണെങ്കിലോ 1 കൊല്ലം കഴിയുമ്പോഴായിരിക്കും ആദ്യത്തെ പീരിയഡ്സ് വരിക. അപ്പൊ അത് തീരെ പരിഭ്രമിക്കേണ്ട കാര്യമേ അല്ല. 1 കൊല്ലമായിട്ടും പീരിയഡ്സ് ആയിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട. പക്ഷെ പതിവില്ലാത്ത ഛർദി, തലവേദന, ക്ഷീണം, നടുവേദന, അങ്ങനത്തെ ഗർഭധാരണത്തിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ എപ്പോഴും, ഗർഭനിരോധനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളത് ശ്രദ്ധിക്കണം. ഇനി ആദ്യത്തെ 3 മാസം ക്രമം തെറ്റിയ ബ്ലീഡിങ്, അതായത് 15 ദിവസം കൂടുമ്പോൾ ഇടയ്ക്ക് കുറച്ച് ദിവസം കറ പോലെ കാണുക, പിന്നെ പോവുക, മാസത്തിൽ 2 തവണ ബ്ലീഡിങ് വരിക, ഇതൊക്കെ വളരെ സാധാരണയായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്നതോ 10-15 ദിവസത്തിനപ്പുറം നീണ്ടു നിൽക്കുന്ന ഹെവി ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മുലയൂട്ടുന്ന അമ്മമാരിൽ മെൻസസ് ക്രമമായിരിക്കില്ല. അത് PCOD ഉള്ളവരിലും അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ ഇത് പേടിക്കേണ്ട കാര്യമല്ല. PCOD ഉള്ള മുലയൂട്ടുന്ന അമ്മമാര് എത്രയും പെട്ടെന്ന് ശരീരവണ്ണം നോർമൽ വെയിറ്റിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഹൈറ്റ് ഇൻ 100 ഇൻ സെന്റിമീറ്റേഴ്സ് -100, അതായത് 155 അല്ലെങ്കിൽ 160 സെന്റിമീറ്റർ 160 സെന്റിമീറ്റർ പൊക്കമുള്ള ഒരാള് -100 60 kgയിലേക്ക് കുഞ്ഞിന് 1 വയസ്സാകുമ്പോഴേക്കും എത്താൻ ശ്രദ്ധിക്കുക. ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും പാല് കുറയുകയില്ല. നിങ്ങൾ ഭക്ഷണം കട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, പകരം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ, മധുരം, എണ്ണമയം അധികമുള്ള ഭക്ഷണം ഒഴിവാക്കി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക. പലർക്കും ഡയറ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോൾ പാല് കുറയില്ലേ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ. പാലുണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പ്രധാനമായും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ ശീലിക്കുക. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം പറയൂ. ഹലോ മാം, എന്റെ പേര് റബീഹ. എനിക്കിപ്പോ മോന് 1 വയസ്സും 3 മാസമായി. അപ്പോ ഡെലിവറിക്ക് ശേഷം ഈ പറഞ്ഞ പോലെ പീരിയഡ്സ് കുഴപ്പമില്ലായിരുന്നു. ഒരു 3 monthsന് ശേഷം വന്നു. അതും ചെറുതായിരുന്നു. പിന്നെ ഒരു 6 months ആയപ്പോ റെഗുലറായി വരുന്നുണ്ട്. ബട്ട് പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് നല്ല ബ്ലീഡിങ് ആണ്. എനിക്ക് യൂഷ്വലി ഫസ്റ്റ് തന്നെ എനിക്ക് ഡെലിവറിക്ക് മുമ്പ് തന്നെ അത്യാവശ്യം നല്ല ബ്ലീഡിങ്ങും ക്ലോട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അതിലേറെ അധികമായിട്ടാണ് എല്ലാ മാസവും ബ്ലീഡിങ് വരുന്നത്. അപ്പോ അത് എന്തെങ്കിലും എത്ര ദിവസം ബ്ലീഡിങ് നിൽക്കാറുണ്ട്? യൂഷ്വലി എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് മുമ്പ് 7 days ആയിരുന്നു. അതിലൊരു 4-5 days അത്യാവശ്യം ഹെവി ബ്ലീഡിങ്ങും പിന്നെ 2 days കുഴപ്പമില്ലാതായിരുന്നു. ഇപ്പൊ ഒരു 1 month മുമ്പ് വരെ ഫസ്റ്റ് 3 days നല്ല ഹെവി ബ്ലീഡിങ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്. അത് ഓവർഫ്ലോ ആവും. അതിന് പോരാതെ എനിക്ക് പാഡ് യൂസ് ചെയ്യേണ്ട ആവശ്യം തുടങ്ങി. അതിൽ നിന്നും ഓവർഫ്ലോ ആവുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പൊ. മെൻസ്ട്രൽ കപ്പ് എത്ര കൂടുമ്പോ എംറ്റി ചെയ്യാറുണ്ട്? ഞാനൊരു 2-3 hours empty ചെയ്യാറുണ്ട്. അപ്പൊ കുറച്ച് ഹെവി ഫ്ലോ തന്നെയാണ്.
അപ്പൊ അത് എന്തായാലും ഒന്ന് ചെറിയ ഓവർ വെയിറ്റ് ആണോ ഇപ്പോ? അല്ല ഞാൻ ഡെലിവറി സമയത്ത് 73 ആയിരുന്നു. ഇപ്പൊ ഞാൻ 59 ആയി. ഞാൻ 163 ആണ് എന്റെ ഹൈറ്റ്. ഓക്കെ കുഴപ്പമില്ല. അപ്പൊ യു നോട്ട് ഓവർ വെയിറ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇത് ചെറിയ ഹോർമോൺ ഇംബാലൻസ് കാരണമായിരിക്കും ചിലപ്പോൾ ഇത്രയും ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഒന്ന് റെഗുലറൈസ് ചെയ്ത് ഈ ബ്ലീഡിങ് കുറയ്ക്കാനുള്ള ഒരു ടാബ്ലറ്റ് എടുക്കണം. പിന്നെ അയൺ ടാബ്ലറ്റ് ഒരു കുറച്ച് നാളത്തേക്ക് 2 നേരം വെച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്തായാലും ഇത്ര ഹെവി ബ്ലീഡിങ് വെച്ച് അനീമിക് ആയിട്ടുണ്ടാകാം കേട്ടോ. അപ്പൊ ബേബിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൂടെ കിട്ടുന്നതും കുറയും. അപ്പൊ അയൺ ടാബ്ലറ്റ് ഒരു 1-2 മാസത്തെ ഒരു 3 months എന്തായാലും കഴിക്കുക. 1 monthലേക്ക് അയൺ ടാബ്ലറ്റ് 2 നേരം എന്തായാലും കഴിക്കണം കേട്ടോ. ഓക്കെ ഫൈൻ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ? അപ്പോൾ സംശയങ്ങളില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ടോക്ക് അവസാനിപ്പിക്കാം. നാളെ നമ്മൾ സ്കാനിങ്ങിനെ പറ്റിയിട്ട്, ഗർഭകാലത്തുള്ള സ്കാനിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോക്കാണ് നാളെ നമ്മുടെ ഫീറ്റൽ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ സെനീഷിന്റെ ടോക്ക് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ടൈമിംഗ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ ടോക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടും അറിയിക്കുക. എന്നിട്ട് ലിങ്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് ഈ ടോക്ക് കഴിയുമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. യൂസ്ഫുൾ ആകുന്നവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.